Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Please, let's start the door. Good afternoon, ma'am, and good afternoon, everyone. Bless our teacher and friends. Help us to learn with concentration and respect. Guide us throughout this class. Amen. ഓക്കെ, ശ്രുതി രശ്മി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. രശ്മി ആക്ച്വലി ഇന്ന് എടുക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ രശ്മിക്ക് പെട്ടെന്ന് എന്തോ കോട്ട് റിലേറ്റഡ് എന്തോ ഒരു ക്ലാസ്സോ എന്തോ മീറ്റിംഗ് പോകേണ്ട വന്നു കൊല്ലത്ത്. മാം, എനിക്ക് മെസ്സേജ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മാമിനോട് പറഞ്ഞിട്ടുണ്ട്. മാം ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് എന്നോട് പറഞ്ഞായിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, സോ ഇന്ന് ആരെങ്കിലും റെഡി ആയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക്. യെസ്, ഞാനുണ്ട് മാം. സെമിനാർ ഇപ്പൊ സ്റ്റാർട്ടിങ് ഇപ്പൊ തന്നെ ചെയ്യാനാണോ അതോ റെഡിയാണോ? ഞാൻ റെഡിയാണല്ലേ മാം. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് 10 minutes എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ല, ചെയ്തു. ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും നെറ്റ്വർക്ക് ഒക്കെ പ്രശ്നമായാലും ആയിക്കോട്ടെ. ശരി. ഓക്കെ, എന്റെ ടോപ്പിക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. സ്റ്റാർട്ട് ചെയ്യട്ടെ മാം? യെസ് പ്ലീസ്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ മാം ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. അപ്പം എന്റെ ഇന്നത്തെ ടോപ്പിക്, സെമിനാർ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നതാണ്. കേട്ടിട്ടുണ്ടോ ഇൻക്ലൂസീവ് എന്നുള്ള വേർഡ്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പരിചയമാണ് ആർക്കെങ്കിലും? എല്ലാവരെയും ഒരേപോലെ ഉൾക്കൊള്ളുക എന്നതാണോ? യെസ്, അത് തന്നെയാണ്. അതായത് അക്സെപ്റ്റിംഗ് എവ്രിവൺ, അത് തന്നെയാണ് അതിലുള്ള ആ ഒരു വേർഡ് തന്നെയുണ്ട് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. സോ നമുക്ക് നേരെ സെമിനാറിലോട്ട് പോകാം. ഇൻട്രൊഡക്ഷൻ. Inclusive education means creating a learning environment where all children, regardless of ability, background, language, or learning differences, learn together in the same classroom with equal support and opportunity. In Montessori philosophy, inclusion is not an added feature. It is a natural outcome of method itself. Maria Montessori believed that education should help every child reach their fullest potential by respecting individual development. അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നത് ഒരു കുട്ടിയുടെ കഴിവ്, അതുപോലെ തന്നെ ഭാഷ, സംസ്കാരം, അതുപോലെ തന്നെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ പഠന വ്യത്യാസങ്ങൾ എന്നിവയെ വകവെക്കാതെ എല്ലാ കുട്ടികളെയും ഒരുപോലെ തന്നെ ഈക്വൽ ആയിട്ട് ഒരേ ക്ലാസ് റൂമിൽ പഠിക്കുന്ന ഒരു രീതിയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. അതുപോലെ മരിയ മോണ്ടിസോറിയുടെ ഒപ്പീനിയനിൽ ഓരോ കുട്ടിയുടെയും വ്യക്തിത്വവും വികസനവുമാണ് വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. അതിനാൽ മോണ്ടിസോറി രീതിയിൽ ഇൻക്ലൂസീവ് എന്നത് ഒരു അധിക ഘടകമല്ല, മറിച്ച് അതിന്റെ ഒരു സ്വഭാവ ഗുണമാണ് ഇതിൽ കാണിക്കുന്നത്. അതുപോലെ നമുക്ക് നെക്സ്റ്റ് മീനിങ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ചെക്ക് ചെയ്യാം. Inclusive education ensures equal learning opportunities for all children. Then respect for individual differences, support system for diverse learning needs, പാർട്ടിസിപ്പേഷൻ വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. അതായത് ഇൻക്ലൂസീവ് വിദ്യാഭ്യാസത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ ഉറപ്പാക്കുന്നത് എല്ലാ കുട്ടികൾക്കും ഒരേപോലെ രീതിയിൽ സമാന പഠന അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉള്ള, അതായത് വ്യക്തിത്വ വ്യത്യാസങ്ങൾക്ക് നമ്മൾ റെസ്പെക്ട് കൊടുക്കുക. അതുപോലെ തന്നെ പ്രത്യേക ലേണിംഗ് എബിലിറ്റീസ്, പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള കുട്ടികൾക്ക് അതിൻ്റെതായ സപ്പോർട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മെയിൻ പോയിന്റ്, ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഓരോ കുട്ടികളും യുണീക്കാണ്, അതുകൊണ്ട് എല്ലാ കുട്ടികളെയും ഒരേപോലെ നമ്മൾ കണ്ടുകൊണ്ട് ഒരുപോലെ വിവേചനമില്ലാത്ത ഒരു പങ്കാളിത്തം അവിടെ കൊടുക്കുക. അതുപോലെ തന്നെ ഇറ്റ് ഇൻക്ലൂഡ്സ് ചിൽഡ്രൻ വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ്. അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളും ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസ്, ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ചാലഞ്ചസ്, കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള കുഞ്ഞുങ്ങളെയും ഈ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികള്, അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള വൈകല്യമുള്ള കുട്ടികള്, പഠന ബുദ്ധിമുട്ടുകൾ ഉള്ളവർ, അങ്ങനെ ഇത്തരത്തിലുള്ള ആൾക്കാരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരേപോലെ പഠന രീതി കൊണ്ടുപോകുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. Then next, moving on, Montessori philosophy and inclusion. Montessori education is inherently inclusive because it is built on respect for the child. Each child is seen as unique
The teacher observes and responds to individual needs rather than forcing uniform learning. അതായത് കുട്ടിയോടുള്ള ബഹുമാനമാണ്. ഓരോ കുട്ടിയും യുണീക്ക് ആണ്. സോ അധ്യാപകൻ കുട്ടിയുടെ ഇംപ്രൂവ്മെന്റിന് അനുസരിച്ചിട്ട് സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ്. Children work at their own pace using self-correcting materials. This supports both advanced learners and those needing extra time. അതായത് കുട്ടികളെ ഇന്റലക്ച്വൽ ആയിട്ട് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് തന്നെ പഠിക്കുകയാണ്. അതായത് വ്യക്തിഗത പഠന രീതി. കുട്ടികൾ തങ്ങളുടെ വേഗത്തിൽ സ്വയം സെൽഫ് കറക്റ്റിംഗ് മെത്തേഡിലൂടെ നമ്മൾ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ച് മുന്നേറുകയാണ് ഈ രീതിയിലൂടെ. നെക്സ്റ്റ് വൺ, മിക്സ്ഡ് സ്റ്റേജ് ക്ലാസ് റൂംസ്. Younger children learn from older ones and older children develop empathy and leadership. This naturally supports inclusion. അതായത് മിക്സ് സ്റ്റേജ് ക്ലാസ് റൂം, ഒരു പെർട്ടിക്കുലർ ഏജ് അവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മുടെ എല്ലാ ഏജ് ലിമിറ്റ്സ് ഇല്ല അവിടെ. വയസ്സിൽ വലിയ കുട്ടികളാണ് ചെറിയവരെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ വൈസ് വേഴ്സ ആ ഒരു പ്രോസസ്സിങ് കണ്ടിന്യൂ ചെയ്യാണ്. ഇത് നമ്മുടെ ഒരു കോർപ്പറേഷൻ മൈൻഡ്, സഹകരണം, അതുപോലെ തന്നെ എംപതി ഒക്കെ കുഞ്ഞുങ്ങളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഒരു സിസ്റ്റത്തിലൂടെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് prepared environment. The classroom is carefully arranged to allow independence for all learners, including those with special needs. പ്രത്യേകം നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് നമുക്കറിയാം, ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ് അതിലുള്ളത് അല്ലെ. അപ്പം കുട്ടികൾക്ക് അവരുടെ രീതിക്ക് അനുസരിച്ചിട്ടുള്ള ഉപകരണങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടൊരു ക്ലാസ് റൂം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മോണ്ടിസോറി പ്രിൻസിപ്പിൾ സപ്പോർട്ടിംഗ് inclusion. Auto education, self-learning. Children learn independently, reducing comparison and competition. അതായത് കുട്ടികളുടെ സ്വയം പഠനം, ഓട്ടോ എഡ്യൂക്കേഷൻ ആണ്. സ്വയം പഠനം, കുട്ടി സ്വന്തം പഠന പ്രക്രിയയിൽ സജീവ പങ്കാളിയായിട്ട് തുടരുകയാണ് അതിൽ. നെക്സ്റ്റ് പോയിന്റ്, ഫ്രീഡം വിത്തിൻ ലിമിറ്റ്സ്. സ്റ്റുഡൻസ് ചൂസ് ആക്ടിവിറ്റീസ് ബേസ്ഡ് ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് റെഡിനെസ്. അതായത് പരിധിക്കുള്ളിലെ സ്വാതന്ത്ര്യം, നമുക്ക് കൊടുത്ത ഒരു ഫ്രീഡം വിത്ത് ലിമിറ്റ്സ്. പരിധിക്കുള്ളിലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് താല്പര്യപ്രകാരം പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. തേർഡ് വൺ, ഹാൻഡ്സ് ഓൺ ലേണിംഗ്. കോൺക്രീറ്റ് മെറ്റീരിയൽസ് ഹെൽപ്സ് ചിൽഡ്രൻ വിത്ത് ഡിഫറെന്റ് ലേണിംഗ് സ്റ്റൈൽസ്. അതായത് പ്രായോഗിക പഠനം നമ്മൾ പഠിക്കുകയാണ്. അതായത് സ്പർശിച്ച് മനസ്സിലാക്കാവുന്ന ഉപകരണങ്ങൾ വ്യത്യസ്ത പഠന രീതികൾക്ക്, അല്ലെങ്കിൽ പഠന ശൈലികൾക്ക് അനുയോജ്യമാണ് എന്നതാണ് ഈ ഒരു പോയിന്റിൽ ഹാൻഡ്സ് ഓൺ ലേണിംഗിൽ മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് ഫോർത്ത് പോയിന്റ്, ഒബ്സർവേഷൻ ബേസ്ഡ് ടീച്ചിങ്. ദ ടീച്ചർ ആക്ട്സ് ആസ് എ ഗൈഡ് ഓൺ ഐഡന്റിഫൈയിങ് ആൻഡ് സപ്പോർട്ടിങ് ഇൻഡിവിജ്വൽ ചാലഞ്ചസ് കെയർഫുള്ളി. അതായത് അധ്യാപകൻ നിരീക്ഷിക്കുകയാണ് കുഞ്ഞുങ്ങളെ. അധ്യാപകൻ കുട്ടിയെ ശ്രദ്ധിച്ച് അവന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റോൾ ഓഫ് ദ മോണ്ടിസോറി ടീച്ചർ ഇൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. മോണ്ടിസോറി ടീച്ചർ എങ്ങനെയാണ് എന്നതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഒബ്സർവ്സ് കെയർഫുള്ളി, അഡാപ്റ്റ്സ് മെറ്റീരിയൽസ് വെൻ നെസസറി, എൻകറേജസ് പിയർ സപ്പോർട്ട്, പ്രൊമോട്ട്സ് ഇൻഡിപെൻഡൻസ്, ബിൽഡ് എ റെസ്പെക്ട്ഫുൾ ക്ലാസ് റൂം കമ്മ്യൂണിറ്റി. അതായത് ക്ലാസ് മുറിയിൽ അധ്യാപകന്റെ പങ്ക് എന്ന് പറയുന്നത് കുട്ടികളെ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കണം, പഠനോപകരണങ്ങൾ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയും, പിന്നെ കൂട്ടായ്മ പ്രോത്സാഹിപ്പിക്കണം, സപ്പോർട്ട് ചെയ്യണം, പിന്നെ കുട്ടികളിൽ സ്വയം പര്യാപ്തത വളർത്തുക, ദെൻ റെസ്പെക്ട്ഫുള്ളി അതായത് ബഹുമാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് അധ്യാപകൻ എന്ന് പറയുന്നത്. ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൂടിയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ക്ലാസ് റൂം സ്ട്രാറ്റജീസ് ഫോർ ഇൻക്ലൂഷൻ ഇൻ മോണ്ടിസോറി. യൂസ് ഓഫ് സെൻസറി മെറ്റീരിയൽസ് ഫോർ ചിൽഡ്രൻ വിത്ത് ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, breaking tasks into small achievable steps, providing repetition without pressure, encouraging collaborative activities, using positive discipline techniques. അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ക്ലാസ് മുറി എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസറി മെറ്റീരിയൽ, സെൻസറി പഠന ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടും പ്രവർത്തനങ്ങളെ ചെറിയ എന്താ പറയണ്ടേ, ചെറിയ ചെറിയ ഘട്ടങ്ങളാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടും കുട്ടികൾക്ക് കൊടുക്കുന്നു പഠനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ അവിടെ പ്രഷർ ഇല്ല, സമ്മർദ്ദമില്ലാതെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കുട്ടികൾ തെറ്റ് തിരുത്തിക്കൊണ്ട് അതിൽ പഠിച്ചു മുന്നേറാൻ പറ്റും. ദെൻ കൂട്ടായ പ്രവർത്തനങ്ങളെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമ്മളെ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ബെനിഫിറ്റ്സ് ഓഫ് ഇൻക്ലൂസീവ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ for children with special needs. Improved independence, increased confidence,
സോഷ്യൽ ആക്സെപ്റ്റൻസ്. അതായത് കുട്ടികളിൽ ഗുണങ്ങൾ എന്ന് പറഞ്ഞ കുട്ടികൾക്ക് പ്രത്യേക ആവശ്യമുള്ള കുട്ടികൾക്ക് അവർക്ക് സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുക, ആത്മവിശ്വാസം നൽകുക, അതുപോലെ തന്നെ സാമൂഹിക അംഗീകാരം. ഇതൊക്കെയാണ് ഇൻക്ലൂസീവ് മോണ്ടിസോറി വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേക ആവശ്യമുള്ള കുട്ടികൾക്ക് നൽകുന്നത്. ലാസ്റ്റ് വൺ, കൺക്ലൂഷൻ. Inclusive education in Montessori terms is not about adjusting children to fit the system. It's about adjusting the environment to meet the developmental needs of every child. As Maria Montessori emphasized, education should nurture the whole child physically, intellectually, socially, and emotionally. Inclusive Montessori education classroom creates communities to respect independence and compassion when every child belongs എന്നതാണ്. അതായത് മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നത് കുട്ടികളെ സിസ്റ്റത്തിനനുസരിച്ച് മാറ്റുക എന്നതല്ല, മറിച്ച് ഓരോ കുട്ടിയുടെയും ആവശ്യങ്ങൾക്ക് അനുയോജ്യമായിട്ട് നമ്മുടെ ആ ഒരു എൻവയോൺമെന്റ് മാറ്റി കുട്ടികളെ എല്ലാം ഈക്വലായി കണ്ടുകൊണ്ട് പഠനരീതി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതുപോലെ മാഡം മരിയ മോണ്ടിസോറി പറയുന്നത് പോലെ വിദ്യാഭ്യാസം കുട്ടിയുടെ സമഗ്ര വികസനത്തിനായിരിക്കണം. അതായത് ഫിസിക്കലി ആയാലും മെന്റലി ആയാലും സോഷ്യലി ഒക്കെ ആയാലും കുട്ടികളെ അതിലൂടെ ബ്ലൂം ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. സോ ഇൻക്ലൂസീവ് മോണ്ടിസോറി ക്ലാസ്സിനോട് ഒരു കുട്ടിയെ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സെമിനാർ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്. പേരെന്തായിരുന്നു? ഞാൻ പ്രൊഫൈലിനെ അങ്ങനെ ഏതായിരുന്നു പേരൊരു സ്നേഹ. 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 ഓക്കെ, സ്നേഹ ഫുൾ നെയിം ഒന്ന് പറയാം. സ്നേഹ മനോഹരൻ. സ്നേഹ മനോഹരൻ. ഓക്കെ, 13 സ്നേഹല്ലേ? യെസ് യെസ്, 13. ഓക്കെ സ്നേഹ, വളരെ നന്നായി എടുത്തു. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ശരിക്കും അതൊരു ടോപ്പിക്കായി അല്ല, ശരിക്കും നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. അതായത് ഇതൊരു കുട്ടിക്ക് കിട്ടേണ്ട റൈറ്റ്സ് ആണ്, എല്ലാ കുട്ടികൾക്കും കിട്ടേണ്ട റൈറ്റ്സ്. എഡ്യൂക്കേഷൻ എല്ലാ കുട്ടികളുടെയും റൈറ്റ്സ് എന്ന് പറയുന്ന പോലെ തന്നെ ആ എഡ്യൂക്കേഷൻ ഇൻക്ലൂസീവ് ആയിരിക്കണം. എല്ലാ കുട്ടികളുടെയും ഡിസയേഴ്സ് അനുസരിച്ചും നീഡ്സ് അനുസരിച്ചും പല കുട്ടികൾക്കും പല ഡിഫോമിറ്റീസ് ഉണ്ടാകാം, അല്ലെങ്കിൽ പല പൊട്ടൻഷ്യൽ ആയിരിക്കും. യുണീക്കാണ് കുട്ടികൾ. അപ്പൊ അവരുടെ പൊട്ടൻഷ്യലിനനുസരിച്ച് അവർക്ക് നമ്മൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ശരിക്കും സെൻസോറിയൽ എഡ്യൂക്കേഷൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. മോണ്ടെസോറി മെത്തേഡ് എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് കണക്ട് ചെയ്തിട്ടാണ് സ്നേഹ പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്. നന്നായിട്ട്. കൂടുതലായിട്ടൊന്നും എടുക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഓൾ സ്റ്റുഡൻസിന് ഈക്വൽ ആക്സസ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, അതാണ് എഡ്യൂക്കേഷനിൽ വരുന്നത്. കുട്ടികൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ നീഡ്സ് ഉണ്ടെങ്കിൽ തന്നെയും ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ തന്നെയും അവരുടെ എന്താണോ അവരുടെ ആ ഒരു ഡൈവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, അവർക്ക് എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത് അതിനനുസരിച്ച് വേണം അത് അഡ്രസ് ചെയ്ത് അതിന് റെസ്പോണ്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അങ്ങനെയുള്ളൊരു ടീച്ചിങ് ലേണിംഗ് എൻവയോൺമെന്റ് വരുന്നതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ വെൽക്കമിങ് ആൻഡ് സപ്പോർട്ട് ആയിരിക്കണം. ഒരു കുട്ടികളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ടീച്ചേഴ്സ് ആണ്. സോ ഡെഫിനറ്റ്ലി അത് ടീച്ചേഴ്സ് തന്നെയായിരിക്കണം ചെയ്യേണ്ടത്. ആ ഒരു വെൽക്കമിങ് എൻവയോൺമെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം അവിടെ ഉണ്ടായിരുന്നത്. എന്ത് ലേണിംഗ്, എല്ലാ ലേണേഴ്സിനെയും സപ്പോർട്ട് ചെയ്യണം. എന്ത് ലേണിംഗ് സ്റ്റൈൽ ആണെങ്കിലും, അതുപോലെ തന്നെ എന്ത് എബിലിറ്റീസ് ഉണ്ടെങ്കിലും എന്ത് ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിലും. ഓക്കെ, അവർക്ക് പണ്ട് കാലങ്ങളിൽ ടീച്ചർമാരുടെ ഒരു കമ്പാരിസൺ ഒക്കെ പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളൊക്കെ തന്നെ പലപ്പോഴും അത് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ മാറ്റങ്ങളുണ്ട്. ടീച്ചേഴ്സ് എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണുന്നു, ബയസ്ഡ് അല്ല, പാർഷ്യൽ അല്ല, അങ്ങനെ ആ ഒരു രീതിയിൽ കാണുന്ന ഒരു മെത്തേഡാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫൈൻ. സ്നേഹം മാത്രമേ ഉള്ളൂ? ഇനി വേറെ ആരെങ്കിലും ഇനി ഉണ്ടോ? വെരി ഗുഡ്, നന്നായിരുന്നു. റിപ്പോർട്ടായിട്ട് എഴുതി വെക്കണേ സ്നേഹ, അതോ ഓൾറെഡി റിപ്പോർട്ട് ആക്കിയിട്ടുണ്ടോ? റിപ്പോർട്ട് ആക്കിയിട്ടുണ്ട് മാം. ആ ഓക്കെ, ഗുഡ്. സ്നേഹയുടെ 5 കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. ഇന്ന് നൈറ്റ് ഉണ്ട് 7:30. ഞാനാണ്. അതെ അതെ. മാം, എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ്സിലും സെമിനാർ എടുക്കണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ എടുത്താൽ മതിയോ? ഏതെങ്കിലും ഒരു ടീച്ചറുടെ ക്ലാസ്, ആ ടീച്ചറുടെ ക്ലാസ്സിലാണ് എടുക്കുന്നെങ്കിൽ ആ ടീച്ചറുടെ ടോപ്പിക് റിലേറ്റഡ് എടുക്കുവാണെങ്കിൽ നന്നായിരിക്കും. അപ്പൊ അവർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്. ഓക്കെ, എടുത്തിട്ടുണ്ട്.
മാം അതുപോലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞത് നന്നായി മനസ്സിലായിട്ടുണ്ട്. ഇത് നമ്മുടെ നമ്മുടെ വീടിന്റെ പരിസരത്തോ അല്ലെങ്കിൽ ചുറ്റുപാടിലോ വരികയാണെങ്കിൽ ഭയങ്കര ഒരു നല്ലതായിരിക്കും. കുട്ടികൾക്ക് ഈ എമ്പതിയും കാര്യങ്ങളും എല്ലാ കുട്ടികളും മിക്സായി പഠിക്കുമ്പോൾ അത് രക്ഷിതാക്കളും കൂടി അതിന് തയ്യാറാവണം അങ്ങനെ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കാൻ. അതുപോലെ തന്നെ അവിടെയുള്ള ടീച്ചേഴ്സ് വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം അങ്ങനത്തെ കുട്ടികളെ വെൽക്കം ചെയ്യാനും അവർക്ക് വിഷമങ്ങളൊന്നും ഇല്ലാതെ നോക്കാനും. അങ്ങനെയാണെങ്കിൽ എല്ലാ കുട്ടികളും ഒരുമിച്ച്, എല്ലാ കഴിവുകളുള്ള കുട്ടികൾ ഒരുമിച്ച് ഒരു സ്കൂളിൽ വരികയാണെങ്കിൽ അത് നമുക്ക് പ്രീ പ്രൈമറി അല്ല LKG UKG ലെവലിൽ മാത്രമേ അത് കുറച്ചും കൂടി ആപ്ലിക്കബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അതാവുമ്പോൾ ആ ഒരു സമയത്ത് കുട്ടികൾക്ക് ഒരുവിധം എല്ലാ കുട്ടികളെ പറ്റിയും മനസ്സിലാക്കാനുള്ള, എല്ലാവരുമായിട്ട് മിങ്കിളായിട്ട് നിൽക്കാനുള്ള ഒരു ഇത് ഉണ്ടാവും എന്ന് തോന്നുന്നു. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആ ഒരു ലെവലിലെ കുട്ടികൾക്ക് കുറച്ചുകൂടി ആപ്ലിക്കബിൾ ആവുമെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ചില കുട്ടികൾ ഉണ്ടാവില്ലേ മാം, അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലും ആ കുട്ടിക്ക് ആ ഒരു ലെവലിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ അതങ്ങനെയാണോ എന്നുള്ളത് കൂടി മനസ്സിലാക്കാനും ആ കുട്ടിക്ക് വേറെന്തെങ്കിലും ഒരു കഴിവുണ്ടോ എന്ന് മനസ്സിലാക്കാനും ഒക്കെ ഈ ഒരു എൻവയോൺമെന്റ് ഒരുക്കുന്നതിലൂടെ പറ്റും എന്നാണ് തോന്നുന്നത്. ആക്ച്വലി ഞാൻ ചെയ്യുന്ന ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ അതിന്റെ പാർട്ടിസിപ്പൻസിനെല്ലാം ഒരു പ്രസന്റേഷൻ തയ്യാറാക്കണം. ഈ പ്രസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയ്ക്ക് സെലക്ട് ചെയ്തെടുക്കുന്നത്, കാരണം അത് വെച്ചിട്ടാണ് നമ്മളുടെ കരിയർ സെറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു സ്കൂളിന്, പ്രധാനമായിട്ടും ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കാൻ പോകും. അപ്പൊ ആ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഈ +2 കുട്ടികള് നെക്സ്റ്റ് അവർ ചെല്ലുന്ന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കരിയറിലേക്ക് ഡയറക്റ്റ് കണക്ട് ആവുന്ന ഒരു കോഴ്സ് ആയിരിക്കും അവരെടുക്കുന്നത്, അല്ലെങ്കിൽ അവരൊരു ജോബിന് വേണ്ടിയിട്ട് അങ്ങനെയായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനെ അവർക്ക് കൊതി തോന്നണം, ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബെറ്റർ ഒരു ജോബ് കിട്ടും, നല്ലൊരു ഇൻകം ഉള്ള ഒരു ജോബ് കിട്ടുന്ന അവർക്ക് തോന്നുന്ന രീതിയിൽ ഞങ്ങൾ ആ കോഴ്സിന്റെ പാർട്ടിസിപ്പൻസ് ഒരു ടോപ്പിക് എടുത്ത് സെലക്ട് ചെയ്ത് പ്രസന്റ് ചെയ്യണം എന്നാണ് കേട്ടോ. ഞാനിത് എന്തെടുക്കും എന്നിങ്ങനെ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു സെൻസോറിയൽ എഡ്യൂക്കേഷൻ എന്ന ടോപ്പിക് എടുത്ത് അതിനെ കണക്ട് ചെയ്യാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നമ്മൾ എന്ന് വെച്ചാൽ സെൻസോറിയൽ എഡ്യൂക്കേഷനും മൾട്ടിപ്പിൾ ഇന്റലിജൻസും കണക്ട് ചെയ്ത് അതിൽ വരുന്ന സ്കിൽസ് എല്ലാം കണക്ട് ചെയ്ത് എടുക്കാം എന്നൊക്കെ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത്, എന്റെ മെന്റർ ഉണ്ട്, ഞങ്ങൾക്ക് എല്ലാം അതിൽ ഓരോ മെന്റർ ഉണ്ട്, പ്രീവിയസ് ബാച്ചിൽ പഠിച്ചിറങ്ങിയവര്. മെന്ററിനോട് ജസ്റ്റ് സംസാരിച്ചിട്ടാണ് ഞാൻ ക്ലാസ്സിലേക്ക് ഓടി കയറുന്നത്. അപ്പൊ അങ്ങനെ മാമാണ് പറഞ്ഞത് നമ്മൾക്ക് ഇങ്ങനെ കുട്ടികൾക്ക് നമ്മൾ അത്രയും സ്റ്റിമുലേറ്റ് ചെയ്യണം. ഈ കോഴ്സ് എടുത്ത് ഞാൻ അങ്ങോട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുക, ശരിക്കും നമ്മൾ വിൽക്കുവാണ് ഒരു കരിയറിന്റെ ചാൻസ്. അപ്പം ഇത് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓർക്കുന്ന സെൻസോറിയൽ എഡ്യൂക്കേഷൻ എടുക്കാം, അതുമായിട്ട് എന്നിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ കൊടുക്കും. അപ്പം മോണ്ടിസോറി മെത്തേഡിന്റെ കുറെ കൂടെ ഹയർ വേർഷനൊക്കെ നമ്മളിപ്പോ ഓൺലൈൻ ചെയ്തതിനേക്കാളും റെഗുലർ ആയിട്ട് അവർ പോയി എവിടെയെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ഓൺലൈൻ തന്നെ ചെയ്ത് അതിന്റെ ഒപ്പം കുറെ കൂടെ അതിനെ എന്താ പറയാ അതിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യുന്ന വേറെ എന്തെങ്കിലും കൂടെ കോഴ്സ് ചൈൽഡ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ട് അവർക്ക് കണക്ട് ചെയ്ത്, ഇപ്പം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും കൂടെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരെണ്ണം കൂടെ കിട്ടി. അതും കൂടെ ചേർത്തിട്ട്, താങ്ക് യു സോ മച്ച്, അതും കൂടെ ചേർത്തിട്ട് ഞാൻ ആ ടോപ്പിക് ഒന്ന് ഡിസൈൻ ചെയ്യാന്ന് വിചാരിക്കും. 10 മിനിറ്റ്സേ ഉള്ളൂ, ബട്ട് ഡെഫിനറ്റ്ലി ഈ ഒരു ഇതും കൂടെ ആഡ് ചെയ്ത നന്നായിരിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു. ഓക്കെ, അപ്പൊ സ്നേഹയുടെ സെമിനാർ കഴിഞ്ഞു. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. മാം ആളുടെ പേരും എനിക്ക് ഓർമ്മയില്ല. ഒരു കൈക്കും കാലിനും സുഖമില്ലാത്തൊരു പെൺകുട്ടിയായിരുന്നു. അപ്പൊ നോർമൽ സ്കൂളിലേക്ക് അഡ്മിഷന് ചോദിച്ചപ്പോ നിരസിച്ചു. എന്നിട്ട് അവര് ഇപ്പൊ ഫേമസ് ആയി. കുട്ടിയുടെ പേര് എനിക്ക് ഓർമ്മയിലില്ല. എന്നിട്ട് അതേ സ്കൂളിൽ തന്നെ ഇനാഗുറേറ്റ് ചെയ്യാൻ ഗസ്റ്റ് ആയിട്ട് പോയൊരു കുട്ടി ഉണ്ടായിരുന്നു, സെയിം സ്കൂളില്. കുട്ടിയുടെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഇതുപോലെ ഡിസബിലിറ്റി ജന്മനാ പ്രശ്നമാണോ അതോ ഇടയ്ക്കുള്ള ആക്സിഡന്റ്? നൂർ ജലീൽ എന്ന് പറഞ്ഞൊരു കുട്ടി യൂട്യൂബിലും ഫേമസ് ആണ്. അപ്പോ ആ കുട്ടി നോർമൽ ആണ്, വേറൊരു പ്രശ്നമില്ല. കൈക്കും കാലിനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ചെറുതല്ല നന്നായിട്ട് തന്നെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെങ്കിൽ അവര് ആ സ്കൂളിൽ അഡ്മിഷൻ കൊടുത്തില്ല. പക്ഷെ അതേ സ്കൂളിൽ തന്നെ ഗസ്റ്റ് ആയിട്ട് പിന്നീട് ഒരു പ്രോഗ്രാമിന് പോയി. അപ്പോൾ ഇതുപോലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അവൈലബിൾ ആണെങ്കിൽ ആ കുട്ടി അന്ന് വിഷമിക്കുമായിരുന്നില്ല. ആ കുട്ടി അവിടെ പോയിട്ട് പറഞ്ഞ ആ ഒരു സ്പീക്ക് ചെയ്ത സംഭവത്തിലും അവരുടെ വിഷയം ഇതായിരുന്നു, ഇങ്ങനെ കുട്ടികളെ മാറ്റി നിർത്താൻ പാടില്ല, അവരെ ചേർത്ത് പിടിക്കുക ചെയ്യേണ്ടത് എന്നുള്ളത്. കാർ ഓടിക്കുന്ന കുട്ടിയാണോ അത്? അത് കാലുകൊണ്ട് കാർ ഓടിക്കുന്നത്, അത് വേറൊരു കുട്ടിയുണ്ട്. അതല്ല, ഇത് കൈക്കും കാലിനും ബുദ്ധിമുട്ടാണ്. നൂർ ജലീൽ എന്ന പേര്, അങ്ങനെയാണ് പേര്.
ഓക്കെ, സോ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ക്രിട്ടിക്സ് എന്ന് പറഞ്ഞാൽ സീരിയസ് എക്സാമിനേഷൻ. അപ്പൊ നമ്മളിപ്പോ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ എങ്ങനെ ഇതിന് ഡെവലപ്പ് ആക്കാം, ഏതൊരു ഏരിയയിലെല്ലാം ഡെവലപ്മെന്റ് വരും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ ടീച്ചേഴ്സിന് ഡെവലപ്പ് ആകുന്നത് ഡെഫിനറ്റ്ലി അതുണ്ട്. അതുപോലെ തന്നെ സിസ്റ്റത്തിൽ കുറെ മാറ്റങ്ങൾ വരുത്തണം. ഇപ്പൊ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പോലുള്ള എഡ്യൂക്കേഷൻ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക, അങ്ങനെ ആ രീതിയിൽ സിസ്റ്റത്തെ മാറ്റുക എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത്. നമ്മളെപ്പോഴും ഒരു ഏതൊരു കാര്യമാണെങ്കിലും ആ പ്ലാൻ ചെയ്യുന്നത് ആ ഒരു പ്ലാനിന്റെ ഫങ്ഷനിങ് വേണ്ടിയിട്ടാണ്, നടത്താൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും ചിലപ്പോ പാതി വഴിക്ക് വെച്ച് പേജ് നമ്പർ 73 ക്രിട്ടിക്സ് അത് ഞാൻ എടുത്തില്ലല്ലോ, ക്രിട്ടിക്സിലേക്ക് നമ്മൾ പോയില്ലല്ലോ. ക്രിട്ടിക് എടുക്കാം, ആരെങ്കിലും സെമിനാർ എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീസ് വരുന്നത്, ക്രിട്ടിക്സ് വരുന്നത്, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അതിനെങ്ങനെ സോൾവ് ചെയ്യാം, അതിനൊരു ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്രിട്ടിക്സിന്റെ ട്രയൽ ആൻഡ് എറർ പോലെ. നമ്മൾ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് മെത്തേഡുകൾ സ്വീകരിക്കും. അതാണ് ശരിക്കും ക്രിട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് എക്സാമിനേഷൻ, അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പൊ അതിന് പല കാര്യങ്ങളും പലപ്പോഴും ഔട്ട്കംസ് ഉദ്ദേശിച്ച രീതിയിൽ വരുന്നില്ല. ഈ എക്സിക്യൂഷന് ശേഷം നല്ല ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോട് കൂടി ഔട്ട്കം വരുന്നില്ല. അപ്പൊ സ്കൂളിൽ നമ്മൾ പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ശരിയായ റിസൾട്ട് വരാതെ വരുമ്പോൾ പിന്നീടുള്ള ഫീഡ്ബാക്ക് മീറ്റിങ്ങുകളിൽ അത് പറയും, അതിന്റെ പോരായ്മകളും കാര്യങ്ങളും ഒക്കെ പറയുമല്ലേ. ആനുവൽ ഡേ നടത്തുമ്പോൾ പല കാര്യങ്ങളും അവർ ചിലപ്പോൾ റിഫ്രഷ്മെന്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാകാം, കുട്ടികൾ അത് കഴിച്ചില്ല, കുട്ടികൾക്ക് അത് പറ്റിയ റിഫ്രഷ്മെന്റ് ആയിരുന്നു. അങ്ങനെ പല ചെറുത് തുടങ്ങി വലിയ കാര്യങ്ങൾ വരെ ഈ ഫീഡ്ബാക്കിൽ പ്ലാൻ ചെയ്യും. പിന്നെ നെക്സ്റ്റ് അക്കാദമിക് ഇയറിൽ ഈ ഒരു പ്രോഗ്രാം വരുമ്പോൾ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, അങ്ങനെയുള്ള രീതിയിലുണ്ടോ. ഞാൻ കഴിഞ്ഞ ഞങ്ങളുടെ PTAയുടെ ലാസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ആനുവൽ ഡേയുടെ ഇവാലുവേഷൻ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മളൊരു സ്കൂളിൽ നടത്താൻ സൗകര്യമില്ലാത്ത പുറത്തൊരു ഹോളിലാണ് നടത്തിയത്. ഈ പുറത്തെ ഹോളിൽ നടത്തുമ്പോൾ ഇപ്പൊ KG സെഷൻ തുടങ്ങി 10th വരെയുള്ള കുട്ടികളുടെ പ്രോഗ്രാംസ് ഉണ്ടല്ലോ. അപ്പൊ KG സെഷന്റെ പ്രോഗ്രാം ആദ്യം സ്റ്റാർട്ട് ചെയ്യും. കാരണം അവരുടെ കഴിയുമ്പോഴേക്കും പാരന്റ്സ് രാത്രി വരെ ഇരിക്കണ്ടേ, കുട്ടികളെയും കൊണ്ട് പോകും. അപ്പൊ ഇത് പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ഇവർക്ക് സ്നാക്സും റിഫ്രഷ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുത്തത്. ഇവര് ഈ ഓഡിറ്റോറിയത്തിന്റെ അടുത്ത ഫ്ലോറിൽ അവിടെയാണ് ഈ കല്യാണങ്ങളൊക്കെ നടക്കുന്ന ഓഡിറ്റോറിയം ആണ്. അപ്പൊ അവിടെ ആണ് കിച്ചന്റെ ഭാഗവും ആളുകൾ ഇരുന്ന് സദ്യ കഴിക്കുന്ന ഒരു ഹോള് പോലെയുണ്ട്. അവിടെയാണ് കുട്ടികളെ ഇരുത്തിയത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ ടീച്ചർമാർ അവിടെ ഇരിക്കണം, കുട്ടികൾ അവിടെ ഇരിക്കണം. അങ്ങനെ വന്നപ്പോ എല്ലാരും സജസ്റ്റ് ചെയ്തത് ഈ സ്ക്രീൻ വെക്കാൻ, അതായത് മോളിൽ നടക്കുന്ന പ്രോഗ്രാംസ് താഴെ ഇരിക്കുന്ന കുട്ടികൾക്കും ടീച്ചർമാർക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരെ കുട്ടികളും അടങ്ങിയിരുന്നോളും, അവർക്ക് പ്രോഗ്രാം കാണാനായിട്ട് വെച്ചു. പിന്നെ ഓഡിറ്റോറിയത്തിന്റെ ബാക്കിലേക്ക് ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റുന്നില്ല, കാരണം ഓഡിറ്റോറിയം ഫുൾ ആയിരുന്നു. 10th വരെയുള്ള കുട്ടികളുടെ പാരന്റ്സ് ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ വന്നപ്പോൾ വന്നൊരു സജഷൻ ആയിരുന്നു സ്ക്രീൻ പ്രൊവൈഡ് ചെയ്യും. അതാവുമ്പോ പിന്നെ റഷും കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാവർക്കും സമാധാനമായിട്ട് കാണും. അപ്പൊ ഓരോന്നും വരുമ്പോൾ നമ്മള് ശരിയായ രീതിയിൽ എക്സിക്യൂഷൻ നടത്താതെ വരുമ്പോൾ നമ്മൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള മീൻസ് കണ്ടുപിടിക്കും, മാർഗങ്ങൾ കണ്ടുപിടിക്കും അല്ലെ. അതാണ് ശരിക്കും ക്രിട്ടിക്സിൽ വരുന്നത് സീരിയസ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ. ഇപ്പൊ ഈ കറന്റ് സിസ്റ്റം ക്ലാസ് റൂമിന്റെ അത് മാറ്റി അഴിച്ചു പണിയണം അങ്ങനെയൊക്കെ പറഞ്ഞു. പലപ്പോഴും നമ്മളുടെ ഇതിൽ പൊളിറ്റിക്സ് കേറുമ്പോഴാണ് പലപ്പോഴും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പല പ്രശ്നങ്ങളും വരുന്നത്. പക്ഷെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമില്ലാതെ മതനിരപേക്ഷമായിട്ട് ആ രീതിയിൽ എഡ്യൂക്കേഷനെ കാണണം. പലപ്പോഴും ഈ പ്രശ്നങ്ങൾ സിസ്റ്റം ശരിയാകാതെ വരുന്നതിന്റെ പ്രശ്നമാണ് പലപ്പോഴും പരീക്ഷകളിലെ ക്രമക്കേട്. നമ്മൾ ന്യൂസിൽ കേട്ടിട്ടുണ്ട് ആൻസർ ഷീറ്റ് വഴി കിടന്ന് കിട്ടിയെന്നോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞ കുറെ കാര്യങ്ങൾ കേൾക്കാറുണ്ട്. കുറെ ആൻസർ ഷീറ്റ് മിസ്സായിരുന്നു. നമ്മൾ വിചാരിക്കും ഇത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ എക്സാം എഴുതുമ്പോൾ കറക്റ്റ് അത് അവിടെ ചെല്ലുന്നുണ്ടോ, വാല്യൂ ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറെ സിസ്റ്റത്തില് കുറെ അഴിച്ചുപണികൾ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. പിന്നെ ഇപ്പൊ ടെക്നോളജി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സും പിന്നെ അതിന് സ്റ്റാൻഡർഡൈസ് ടെസ്റ്റിങ്ങും ഇത് എന്താ പറയാ അനലൈസ് ചെയ്യാനായിട്ട് ഇത് പ്രൂഫ് റീഡിങ്, പണ്ടൊക്കെ പ്രൂഫ് റീഡിങ് പോലുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പൊ അത് അനലൈസ് ചെയ്യാനായിട്ടുള്ള പല മാർഗങ്ങളുണ്ട്. 3 പേരോ അങ്ങനെയൊക്കെ ഇരുന്നിട്ടല്ലേ ആൻസർ ഷീറ്റ് കറക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നിട്ട് +2 വാല്യുവേഷന് പോയൊരു ടീച്ചർ പറഞ്ഞ കാര്യം, ഈ കുട്ടികളൊന്നും ശരിക്കും ആൻസർ അറിയാമെങ്കിൽ പോലും മുഴുവൻ എഴുതില്ല. എല്ലാവർക്കും ഈ ഒരു ചാറ്റ് ലാംഗ്വേജ് ആണ് ഇഷ്ടം.
ഏറ്റവും ഷോർട്ട് ആക്കുക. ഒരു പാരഗ്രാഫിലൊക്കെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പോയിന്റ്സ് ആയിട്ട് എഴുതി വെക്കും. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും വിഷമം വരും എന്ന് പറയും, ഇങ്ങനെ ആൻസർ കറക്റ്റ് ചെയ്ത് പോകുമ്പോഴേ. എന്നിട്ട് പിന്നെ ഒട്ടും മാർക്ക് ഉണ്ടാവാതെ കാണുമ്പോ ഇവര് പറയുകയാണ് ആൻസറിന്റെ ഒരു ആയിട്ട് ബന്ധമുള്ള ഒരു വാക്ക് ഉണ്ടായാൽ മതി, ഞങ്ങൾ അവിടെ മാർക്ക് കൊടുക്കുക. അപ്പൊ അങ്ങനെ ഈവൻ കുട്ടികളുടെ ഭാഗത്തും ഇതുപോലെ പ്രശ്നങ്ങളുണ്ട്. അവരൊരു എക്സാം വരുമ്പോ അതിനോട് കാണിക്കുന്ന ഒരു റെസ്പോൺസ് എന്ന് പറയണത് ഈ രീതിയിലാണ്. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ നീതി പുലർത്തണം എന്നൊക്കെ പറയണത് ടീച്ചർമാര് മാത്രം പഠിപ്പിക്കുന്ന നീതി പുലർത്തുക മാത്രമല്ല, പഠനത്തിൽ കുട്ടികളും നീതി പുലർത്തണം. അപ്പോഴാണ് നമുക്ക് ആ സിസ്റ്റം നല്ല രീതിയിൽ റൺ ആവുള്ളൂ. അപ്പൊ അതും ഒരു പ്രശ്നമാണ് കേട്ടോ. കുട്ടികളെ നമ്മൾ അതിനനുസരിച്ച് ഗ്രൂം ചെയ്ത് കൊണ്ടുവരണം. കുട്ടികൾ അങ്ങനെ ആകാൻ കാരണം എൻവയോൺമെന്റിന്റെ പ്രശ്നമാണ്. അവിടെയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഒക്കെ പ്രാധാന്യം വരുന്നത്. അപ്പൊ കുട്ടികളെ നമ്മൾ ബ്ലെയിം ചെയ്യല്ല, അവരുടെ അങ്ങനെ ആവാനുള്ള കാരണം സറൗണ്ടിങ്സ്, അവരുടെ പല താല്പര്യങ്ങൾ, അവരുടെ ഇൻട്രസ്റ്റ് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതിന്റെ പ്രശ്നം മൂലമാണ് അവര് ഈ പഠനത്തോട് ഇങ്ങനെയുള്ള ഒരു രീതി കാണിക്കുന്നത്. ഇതൊന്നും നമ്മളുടെ ഒരു കാലഘട്ടത്തില് വേറെ കുറെ പിള്ളേർക്ക് പഠിക്കണം എന്നൊരു ആഗ്രഹം ഒരു കുറച്ചധികം പെർസെന്റേജ് പിള്ളേർക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, ഏത് സ്കൂളിലാണെങ്കിലും. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആ പഠനത്തിനുള്ള താല്പര്യം കാണുന്നത്. പണ്ട് ഏത് സ്കൂളിൽ പഠിച്ചാലും പഠിക്കണം എന്ന്, എന്തെങ്കിലും ഒക്കെ ഒന്ന് പഠിച്ചു പോകണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു തോന്നുന്നു, അറിയില്ല. ഇങ്ങനെ എഡ്യൂക്കേഷൻ ഇങ്ങനെ തിളച്ചു മറിയുന്ന ഒരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ബോയിലിംഗ് പോയിന്റ് ഓഫ് ചേഞ്ച്. ഓരോ തവണയും ആ ഒരു ബോയിലിംഗ് പോയിന്റിൽ ഇങ്ങനെ ഏറ്റക്കുറച്ചിലുകളും കൂടും കുറയും ആ രീതിയിൽ. ശരി മാം, 7th വരെ എങ്ങനെയാ പഠിച്ചതെന്നൊരു പിടുത്തമില്ല. കാരണം നമ്മൾ കളിക്കുകയാണ് ചെയ്തത്. 7th കഴിഞ്ഞ് 8th എത്തിയപ്പോഴാണ് സീരിയസ്നെസ്സോട് കൂടി പഠിക്കാൻ തുടങ്ങിയത്. അതുവരെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ 7th വരെ ഉള്ളത് ഒരു എന്താ പറയുക, കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യാനും ചുറ്റുപാട് മനസ്സിലാക്കാനും എല്ലാം ഉള്ള ഒരു അവസരമായിരുന്നു. കാരണം അതുകൊണ്ട് അത് തിരിച്ചു വരണേന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാലമാണ് 7th വരെ ഉള്ളത്. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ ഇരിക്കുമ്പോഴേക്കും, മീറ്റിംഗിൽ എല്ലാവരും ഇങ്ങനെ ഓരോരോ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണോ. ഞാൻ ചെയ്യുന്ന കോഴ്സിന് ഞങ്ങൾക്ക് ഓരോ 10 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പിൽ ഞങ്ങളുടെ മെമ്പേഴ്സ് അവർ പറയുമായിരുന്നു, അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂളിലേക്ക് തിരിച്ചു പോകണം അങ്ങനെയുള്ള രീതിയിൽ നമ്മളെ മൈൽ സ്റ്റോൺസ് എഴുതി, അതായത് ബർത്ത് തുടങ്ങി നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് ഏജ് വരെ നമ്മുടെ ലൈഫിലെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ എഴുതി വരുന്നു. അപ്പോ പറയാം ഒട്ടും താല്പര്യമില്ല അങ്ങോട്ടൊന്നും തിരിച്ചു പോകാൻ, സ്കൂളിൽ പോയി ഇരിക്കാനൊന്നും ഒട്ടും താല്പര്യമില്ല എന്നിങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുക, ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ആ കാലഘട്ടങ്ങളിലേക്ക് തിരിച്ചുപോയി ചിലയിടത്തൊക്കെ ചില ചേഞ്ചസ് ഒന്ന് വരുത്തിയിട്ട് വരണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പൊ മൈൽ സ്റ്റോൺ എഴുതിയപ്പോഴുള്ള ഒരു തോന്നൽ അതായിരുന്നു, ടൈം ട്രാവൽ ചെയ്ത് ചെല്ലുക എന്നൊക്കെ പറയില്ല, അതുപോലെ. ഓക്കെ, അപ്പൊ അങ്ങനെ സൂര്യയുടെ ഒരു ഫിലിമിലുള്ളതുപോലെ ക്ലോക്ക് സ്റ്റോപ്പ് ചെയ്ത് തിരിച്ചു പോയിട്ട് ശരിയാക്കി വരും. അതന്നെ. ഓക്കെ, അത് ഇനി നമ്മൾ അതിന്റെ ക്രിട്ടിക്സ് അത് പറയാം. എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്? നമ്മളിങ്ങനെ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് മെത്തേഡ് എന്തുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കണം? ഒരു ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് അവിടെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ഒരു പാരഗ്രാഫ് ഒന്ന് ബ്രീഫ് ചെയ്തതാട്ടോ പറഞ്ഞത്. അതായത് നമ്മൾക്ക് സിസ്റ്റത്തിൽ പലയിടത്തും പല ചലഞ്ചസ്, വെല്ലുവിളികൾ, അതൊരു പ്രശ്നം തന്നെയാണ്. ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ടീച്ചറെ കൊണ്ട് പറ്റാത്തതിനപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. ക്ലാസ് റൂമിന്റെ രീതികൾ, അതിന്റെ പ്ലാനിങ്, ഓർഗനൈസേഷൻ, ഇതെല്ലാം ചിലപ്പോ ശരിയായ രീതിയിൽ മിഷനിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റ് ലക്ഷ്യത്തിലേക്ക് എത്താറാകുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും പല പ്രശ്നങ്ങൾ, ചലഞ്ചസ് കാരണം ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പൊ ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാം? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ബോയിലിംഗ് പോയിന്റ് ഓഫ് ചേഞ്ച് ആണ്. അതിങ്ങനെ ചില സമയത്ത് പീക്കിലേക്ക് പോകും, ചില സമയത്ത് താഴേക്ക് പോകും, ആ ഒരു രീതിയിൽ. ഇനി ഈ നമ്മൾ ഏതെല്ലാം ആസ്പെക്റ്റിലാണ് നമ്മൾ ഈ ഒരു ചലഞ്ചസ് അല്ലെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടത്? പലപ്പോഴും വിഷനും മിഷന്റെയും ലാക്ക് ഓഫ് വിഷൻ ആൻഡ് മിഷൻ, അത് നമ്മൾക്കൊരു ഫോക്കസ് ചെയ്യുന്നത്, അതായത് നമ്മളിപ്പോ എന്താ പറയാ, ഒരു ഡിസയർ, നമുക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ആഗ്രഹം മാത്രം ഇരുന്നാൽ നമുക്കത് നടക്കില്ല, അല്ലെ? നമ്മൾ അതിലേക്ക് നമ്മൾ പോകണം. അതിന് നമ്മൾ ഡിറ്റർമിനേഷൻ കാണിക്കണം, ഡെഡിക്കേഷൻ കാണിക്കണം. അത് ചെയ്യാനായിട്ടുള്ള ഒരു ചുറുചുറുക്ക് നമുക്കുണ്ടാണ്, ശുഷ്കാന്തി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ എനർജറ്റിക് ആയിട്ട് നമ്മൾ അതിലേക്ക് എത്താനായിട്ട് നമ്മൾ നോക്കും. നമുക്ക് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ നമ്മൾ എത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ശരിക്കും ചെയ്യേണ്ടത്. അപ്പൊ ആ ലാക്ക് ഓഫ് വിഷൻ ആൻഡ് മിഷൻ, ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞത് അതാണല്ലോ, നമ്മൾ ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ആ ജേണി, അത് കല്ലും മുള്ളും നിറഞ്ഞതൊക്കെ തന്നെയായിരിക്കാം.
പക്ഷെ അത് നല്ല ഡെഡിക്കേഷനോട് കൂടി ഡിറ്റർമിനേഷനോട് കൂടി നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് 8 Ds ആണുള്ളത്. ഡി, ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ 4ാമത്തെ ആൽഫബറ്റ് ഡി. നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് നോക്കാം. അതായത് നമ്മളുടെ ഡിസയർ, അതായത് ഈ എന്താണോ നമുക്ക്, അതൊക്കെ കുട്ടികളുടെ ആണെങ്കിലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അവരുടെ ഒരു ഡിസയർ, ഒരു സ്പാർക്ക് അല്ലെ, അവരുടെ ഒരു ആഗ്രഹം. അപ്പൊ അത് കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആക്ഷൻ എടുക്കണം, നമ്മൾ ഡിസിഷൻ എടുക്കണം. അതിലേക്ക് എത്താനായിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കണം. ആ ഡിസിഷനാണ് നമുക്കൊരു ക്ലാരിറ്റി. ഞാൻ അത് നേടണമെങ്കിൽ ആ ഒരു ഡിസിഷൻ മേക്കിംഗ്. പലപ്പോഴും ഡിസിഷൻ മേക്കിങ്ങിൽ എത്തുമ്പോൾ തന്നെ നമ്മളൊന്ന് വേണോ വേണ്ടോ എന്നൊരു കൺഫ്യൂഷൻ ആയിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ക്രിട്ടിക്സ് അല്ലെങ്കിൽ ആ ഒരു ചലഞ്ചസ് എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ്. പിന്നെ നമുക്ക് ഇല്ല ഞാൻ അത് ചെയ്യും എന്നുള്ളൊരു നിശ്ചയദാർഢ്യം എന്ന് പറയില്ലേ, ഡിറ്റർമിനേഷൻ, അത് വേണം. അത് നമ്മളുടെ ഇന്നർ സ്ട്രെങ്ത് ആണ്. നമ്മൾ പറയില്ലേ, ഇന്നർ ഗൈഡ് ആണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഉൾവിളി എന്ന് നമ്മൾ എപ്പോഴും പറയും. അത് കുട്ടികളിലും അതുണ്ട്, എല്ലാ മനുഷ്യരിലും ഉണ്ട്. സോ ആ ഒരു ഡിറ്റർമിനേഷൻ വേണം. നമുക്ക് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടോ, പല രീതിയിൽ ആളുകൾ കളിയാക്കും, ഫെയിലിയേഴ്സ് വരുമോ, റിജക്ഷൻ വരുമോ, എന്ത് തന്നെയാണെങ്കിലും നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ളൊരു നമ്മുടെ ഒരു നിശ്ചയദാർഢ്യം, ഡിറ്റർമിനേഷൻ. ദെൻ ഡെഡിക്കേഷൻ. അതിനുവേണ്ടി നമ്മൾ അങ്ങ് ഭയങ്കര പരിശ്രമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അത് നമ്മളാക്കുവാണ് ആ ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ള അടുത്ത 5ാമത്തെ ഡി ആണ് ഡിലിജൻസ്. ഡിലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചുറുചുറുക്ക്, ശുഷ്കാന്തി എന്നൊക്കെ മലയാളത്തിൽ പറയില്ലേ. എന്താണോ ആ ടാസ്ക് നമ്മൾ ചെയ്തിരിക്കും. ആ രീതിയിലുള്ള അതിനുള്ള നമ്മളുടെ പവർ, ആ ഒരു എനർജി എന്ന് പറയുന്നത് നെബുലേ നമ്മൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ ഡെവലപ്പായി വരുന്നത്, അതാണ് ഡിസിപ്ലിൻ. ഇപ്പൊ നമ്മൾ സെൽഫ് കൺട്രോൾ, പേഷ്യൻസ് എല്ലാം ഈ ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് വരും. ദെൻ നമ്മൾ ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നു. ആ ഒരു റോഡ് മാപ്പ്, നമ്മളുടെ ആ മൈൽ സ്റ്റോണിലെ ഒരു ക്ലിയർ റോഡ് മാപ്പാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് ഷോർട്ട് ടൈം, നമ്മൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ് കിട്ടിയിട്ടുണ്ടാവും. ഷോർട്ട് ടൈം അച്ചീവ്മെന്റ്സ്. ഇപ്പൊ നിങ്ങൾ മോണ്ടിസോറി കോഴ്സ് എടുത്തു, അപ്പൊ അതാണ് നിങ്ങളുടെ ഡ്രീം ആയിരുന്നു ടീച്ചർ ആകണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസിഷൻ എടുത്തു, ഡിറ്റർമൈൻഡ് ആയി, ഡെഡിക്കേഷൻ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നു. അതിലൂടെ നമ്മൾ ഡിസിപ്ലിൻഡ് ആകുന്നു. നമ്മൾ ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുമ്പോൾ, അപ്പൊ കോഴ്സിലേക്ക് എത്തുന്നതിന്റെ ഇടയിൽ വെച്ചിട്ട് നമുക്ക് കുറെ അപ്രീസിയേഷൻ കിട്ടുന്നു. നമ്മൾ അതിനിടയ്ക്ക് ചെറിയ മോഡൽ എക്സാം ചെയ്യുന്നു, മോക്ക് ടെസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾക്ക് കിട്ടുന്ന ചില അച്ചീവ്മെന്റ്സും. അതുപോലെ തന്നെ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ പ്ലേസ്ഡ് ആകുന്നു. ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നിടത്ത് നിങ്ങൾക്ക് ഒരു അപ്രൈസൽ ലെറ്റർ കിട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പ്ലേസ്ഡ് ആകുന്നു. അതൊക്കെ നമ്മുടെ ഇടയിൽ വരുന്ന ആ ഒരു അച്ചീവ്മെന്റ്സും ആണ്. ലോങ് ടേം ഗോളിലേക്ക് എത്താനുള്ള ഒരു വളം എന്നൊക്കെ പറയണല്ലോ. നമുക്ക് അങ്ങനെ അപ്രൈസൽ കിട്ടുമ്പോൾ യെസ് ഞാൻ ഇതിന് തന്നെ ഉള്ളതാണ്, സോ എന്റെ വഴി ഇത് തന്നെയാണ്, നമ്മളൊന്ന് ഉറപ്പിക്കും. അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ ഡ്രീം എന്നുള്ളതിലേക്ക് നമ്മൾ എത്തിച്ചേരുവാണ്. ഡ്രീം നമ്മൾ സാക്ഷാത്കരിക്കും. അപ്പൊ ഇതാണ് ശരിക്കും ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. അത് നമ്മളൊരു കുട്ടിയെ വെച്ചിട്ട് നിങ്ങളെല്ലാരും ഈ ഡീസ് നിങ്ങൾക്കുള്ളത് ഒന്ന് എത്ര മാർക്ക് ഉണ്ടെന്നുള്ളത്, ചിലർക്ക് ആഗ്രഹം ഉണ്ടാവും, ചെയ്യാൻ മടിച്ചു നിൽക്കും. ചിലര് അത് തുടങ്ങും, പകുതി വഴിക്ക് ഉപേക്ഷിക്കും. നമ്മൾക്ക് ഒരു മാർക്ക് ഇടാം, 10ൽ എത്ര മാർക്ക് നമ്മൾക്ക് ഇതിന് കിട്ടും. ഇപ്പം ചിലപ്പം ഇന്നലെ വരെ നമ്മൾക്ക് ലോ മാർക്കായിരുന്നു, പക്ഷെ ഇന്ന് നമ്മൾ നല്ല ഡിറ്റർമിനേഷനോട് കൂടി അത് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മാർക്ക് ചേഞ്ച് ചെയ്യും, നമ്മളത് കൂടുവാണ്. നാളെ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിനോട് ഭയങ്കര ഒരു ഇതായിരിക്കും. അപ്പൊ കുറച്ചുകൂടെ മാർക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കണം കേട്ടോ, നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ലാക്ക് ഓഫ് വിഷൻ നമ്മൾ ഈ ചലഞ്ചസ് വരുന്നത്. പിന്നെ പലപ്പോഴും പ്ലാനിങ്ങിന് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങിന്റെ ആബ്സെൻസ്. ഒരു ക്ലാസ് റൂം പ്രോസസ്. ഇപ്പൊ മോർണിംഗ് നമ്മൾ എണീക്കുന്നു, ഇന്നത്തെ ദിവസത്തെ നമ്മളിങ്ങനെ ഷെഡ്യൂൾ ചെയ്യുവാണ്. നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് നമ്മൾ ഓരോ ഈ സമയത്ത് ഞാൻ ഇത് ചെയ്യണം, 1 മണിക്കൂർ എനിക്ക് ക്ലാസ് ഉണ്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അപ്പോ ഞാൻ കുറച്ച് കിച്ചണിൽ ക്ലീൻ ചെയ്യാനുണ്ട്, അതെനിക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഡ്രസ്സ് വാഷ് ചെയ്യാണ്ട്, അങ്ങനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുവാണ്. നമ്മളുടെ ഈ ഷെഡ്യൂൾ തെറ്റിക്കുന്നത്, എന്റെ ഷെഡ്യൂൾ തെറ്റുന്നത് എപ്പോഴും ഞാൻ പറയാം, ഒരു കോള് വരുന്നതോടുകൂടി കംപ്ലീറ്റ് അന്നത്തെ പോക്കാം.
ഫോണാണ് എന്റെ ഷെഡ്യൂള് തെറ്റിക്കുന്നത്. അതാണ് എനിക്ക് ഇവിടെ പ്രശ്നം വരുന്നത്. അപ്പൊ ഞാൻ 12:30 ഒരു ക്ലാസ് കഴിഞ്ഞു, നിങ്ങൾക്ക് 2:30 കയറിയാൽ മതി. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഷെഡ്യൂൾ ചെയ്യുക. ആ സമയത്ത് എനിക്ക് 3 കോള് വന്നു. 3 കോളും എടുക്കേണ്ടത് തന്നെയാണ്. ഒന്ന് ഹസ്ബൻഡ് വിളിച്ചു, പാസ്പോർട്ട് സൈസ് ഫോട്ടോ അയച്ച് കൊടുക്കാൻ പോകും. ഞാനിവിടെ മുഴുവൻ നോക്കിയിട്ടതൊക്കെ ഞാൻ ഒരിടത്ത് ഫോട്ടോസ് എല്ലാം കൂടെ വെച്ചിരുന്നു. കറക്റ്റ് നമുക്ക് നോക്കേണ്ട ഫോട്ടോ മാത്രമേ അതിനകത്ത് കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞപ്പോ എന്റെ മെന്റർ വിളിച്ചു. ഇന്നലെ എന്റെ പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ. ഇന്നലെ ഞാനൊരു ടോപ്പിക് ഞാൻ പ്രസന്റ് ചെയ്തു. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് PPT പ്രസന്റേഷൻ നടത്തുന്നത്. അപ്പൊ അത് പ്രസന്റ് ചെയ്തപ്പോ മാം കയറിയിട്ടുണ്ടായിരുന്നു. രാത്രിയായിരുന്നു, 9:10 o'clock ആ സമയമായപ്പോഴും. അപ്പൊ മാം അത് വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാം എന്നെ വിളിച്ചതായിരുന്നു. അപ്പൊ വിളിച്ചപ്പോ കുറെ കാര്യങ്ങൾ എന്നെ സംസാരിച്ചു. അപ്പൊ മാമിന് ഈ മോണ്ടിസോറി മെത്തേഡ് ഭയങ്കര ഇഷ്ടം. അതിനെപ്പറ്റി കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ. ഞാൻ ലേറ്റ് മാരേജ് ആണ്, 40 വയസ്സെങ്ങാണ്ടായപ്പോഴാണ് മോനുണ്ടായത്. അപ്പൊ മോനിപ്പോ 3 വയസ്സായിട്ടുള്ളൂ. അപ്പൊ മോനെ ഇപ്പൊ ചേർത്തിരിക്കുന്ന സ്കൂള് ഫിൻലാൻഡ്, ജാപ്പനീസ്, അങ്ങനെ ആ 2 ടെക്നോളജിയും കൂടെ ഒക്കെ ചേരുന്ന രീതിയിലുള്ളത്. അവിടെ ഇങ്ങനെ മണ്ണിലൊക്കെ കളിച്ചിട്ടൊക്കെയാണ് വൈകിട്ട് വരുന്നത് ഇങ്ങനെ പറഞ്ഞപ്പോ അതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടൊക്കെ കറക്റ്റ് ക്ലാസ് തുടങ്ങാണ്ട് 10 മിനിറ്റ് ഉള്ളപ്പോഴാണ് മാം കോള് കട്ട് ചെയ്തത്. അപ്പൊ അതാണ് നമ്മുടെ ഷെഡ്യൂള് തെറ്റും. അപ്പൊ നമ്മളിത് പ്രതീക്ഷിക്കണം. ഇപ്പൊ കോള് ഇഷ്ടംപോലെ വരുന്ന ഒരാളായതുകൊണ്ട് ഞാനിത് പ്രതീക്ഷിച്ച് എന്റെ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യണമായിരുന്നു. അത് എന്റെ ഭാഗത്തെ ഫോൾട്ടാണ്, എന്റെ ഭാഗത്ത് കുറവ് തന്നെയാണ്. ആബ്സെൻസ് ഓഫ് പ്രോപ്പർ പ്ലാനിങ് ഓഫ് ഫോർ ക്ലാസ് റൂം പ്രോസസ്സസ്. അപ്പൊ ഞാൻ ഇന്ന് കുറെ കാര്യങ്ങളും കൂടി നിങ്ങളോടൊക്കെ പറയണം. അപ്പൊ ഒരു 10 minutes ബിഫോർ അത് പറയേണ്ട കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചൊക്കെ വന്നതായിരുന്നു. പക്ഷെ അതെങ്ങനെ. പിന്നെ പലപ്പോഴും കുട്ടികളുടെ അച്ചീവ്മെന്റ് മോണിറ്റർ ചെയ്യാൻ, സൂപ്പർവൈസ് ചെയ്യാനായിട്ട് എടുക്കുന്ന അൺസയന്റിഫിക് മെത്തേഡ്. അങ്ങനെയാവുമ്പോൾ നമ്മൾ പലപ്പോഴും ചില കുട്ടികളുടെ അച്ചീവ്മെന്റ്സ് കാണാതെ പോകുന്നു. പ്രോപ്പർ ആയിട്ട് കുട്ടികളുടെ അച്ചീവ്മെന്റ്സ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ശരിക്കും സയന്റിഫിക് മെത്തേഡ് തന്നെ എടുക്കണം. എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ നമ്മൾ കുറെ മെത്തേഡ്സ് പറഞ്ഞു. അവിടെ നമ്മൾ ആ ചലഞ്ചും നമ്മൾ അതിന്റെ കൂടെ പറഞ്ഞിട്ട് പോയി. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും വരുന്ന ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാക്ക് ഓഫ് ഫണ്ടാണ്. ആവശ്യത്തിന് കാശില്ല, അതാണ് പ്രശ്നം. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ഗവൺമെന്റ് ഫണ്ട് കൊടുക്കും. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറയുന്ന കാര്യങ്ങളുണ്ട്, അതിനെ അത് ചെലവഴിക്കാൻ പറ്റും, വക മാറ്റി ചെലവഴിക്കാൻ പറ്റും. അപ്പൊ പലപ്പോഴും ഇത് എങ്ങനെയെങ്കിലും തീർക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടും. അതാണ് നടക്കുന്നത്. പ്രോപ്പറായിട്ട് ആ ഫണ്ട് യൂസ് ചെയ്യാൻ പറ്റാറില്ല. എന്റെ ഫ്രണ്ട് പറഞ്ഞതാണ്, ഇങ്ങനെ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാനായിട്ട് ഇങ്ങനെ ഇതുപോലെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യും ഇവര്. അപ്പൊ ആ ഫണ്ട് ഒന്ന് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. അത്രയും ഒരു സീരിയസ്നെസ് ആണ് ചില ഇൻസ്റ്റിറ്റ്യൂഷൻ കേട്ടോ. ചിലത് അവര് നല്ല രീതിയിൽ തന്നെ അത് മാനേജ് ചെയ്യും. ഗവൺമെന്റ് ഫണ്ട് കുറവാണെങ്കിലും കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യുന്ന ചില ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ഫണ്ടിന്റെ ഒരു കുറവ്. ഈ അംഗൻവാടികളിൽ അഡോളസന്റ് ഗ്രൂപ്പിന് ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ പോയിട്ടുണ്ട്. കോവിഡിന് ശേഷം ഞാൻ കൂടുതലും പോയിരിക്കുന്നത് പിറോം സൈഡിലുള്ള അംഗൻവാടികളിലായിരുന്നു. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഫണ്ട് കുറവാണ്. ഒരു കുട്ടിക്ക് 50 രൂപയോ അങ്ങനെ കണ്ടാണ് ഫണ്ട്. അത് ഒരു ക്ലാസ്സിന് അങ്ങനെ എന്തോ ഒരു വളരെ ചെറിയൊരു ഫണ്ടേ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അഡോളസന്റ് ഗ്രൂപ്പിൽ നിന്ന് ഇന്റർവെൻഷൻ, അതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രോബ്ലം. അല്ലാത്ത സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ട് ചെലവഴിക്കും ആവശ്യമില്ലാത്ത ഏരിയയിൽ. അപ്പൊ അതൊക്കെ സിസ്റ്റത്തിൽ എഡ്യൂക്കേഷന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത്, അത് ഏത് ലെവലിലുള്ള എഡ്യൂക്കേഷൻ ആണെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഫണ്ടൊക്കെ അതിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് വിനിയോഗിക്കാൻ പറ്റുവാണെങ്കിൽ കുറെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ക്ലാസ് റൂം എൻവയോൺമെന്റിൽ കൊടുക്കുന്ന ലീസ്റ്റ് എംഫസൈസസ്, അതായത് ഇമ്പോർട്ടൻസ് അധികം കൊടുക്കുന്നില്ല ക്ലാസ് റൂം സ്ട്രക്ചർ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ക്ലാസ് റൂം എൻവയോൺമെന്റിൽ ശരിയായ ഒരു പ്രാധാന്യം കൊടുക്കാതെ വരിക, അതൊക്കെയുണ്ട്. പിന്നെ ആബ്സെൻസ് ഓഫ് അപ്രൈസൽ, ഇത് 2 കൂട്ടർക്കും ഒരു ബാധകമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ടീച്ചേഴ്സിനെയും അപ്രീഷിയേറ്റ് ചെയ്യണം, കുട്ടികളെയും അപ്രീഷിയേറ്റ് ചെയ്യണം. കുട്ടികളെ ആയിരിക്കാം ഉദ്ദേശിച്ചത്, പക്ഷെ ടീച്ചറെയും കൂടി ഞാൻ ആഡ് ചെയ്യുവാണ്. അപ്പൊ അതൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ചെയ്യേണ്ടതാണ്. ആ ഒരു അപ്രൈസൽ പലപ്പോഴും ശരിയായ കുട്ടികൾക്ക് ഈ ഒരു അപ്രൈസൽ കിട്ടാതെ പോകും. അവരുടെ കഴിവുകൾ അപ്പൊ അറിയാതെ പോവുകയാണ്. അവരൊരു കാര്യം ചെയ്യുമ്പോൾ കഴിവുകൾ അറിയാതെ പോകും. നമ്മുടെ സ്ഫടിക മൂവിയില് അല്ലാണ്ട് ചെറിയ അഭിനയിച്ച ആ ഒരു കുട്ടി ആ ഒരു ഏജിന്റെ സമയത്ത്
ആ കുട്ടിക്ക് കിട്ടേണ്ട അപ്രൈസൽ പലതും കിട്ടാതെ പോവുകയാണല്ലേ. അപ്പൊ അങ്ങനെ അവന്റെ ആ ഒരു ഫ്യൂച്ചർ തന്നെ വഴിതെറ്റി പോകുന്ന ഒരു ഇതാണ് നമ്മൾ അതിനകത്ത് കാണുന്നത്. ഇംപ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റുഡൻസ് ആസ് ഹ്യൂമൻ റിസോഴ്സസ്. ശരിക്കും നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ഈ ഒരു കാലഘട്ടത്തില് ടീച്ചേഴ്സിനെ ഇപ്പൊ സ്റ്റുഡൻസ് നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ലേ? പക്ഷെ അതിന് ഒരു നിയമം മാറി വന്നിട്ടുണ്ടല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇനി ടീച്ചേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാനോ ടീച്ചേഴ്സ് ഡേക്ക് അങ്ങനെയൊന്നും പാടില്ല. ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ലേ ഒരുപാട് ടീച്ചേഴ്സിന് സർപ്രൈസ് കൊടുക്കുന്നതും വലിയ വലിയ വിചാരിക്കാൻ പറ്റാത്തത്ര രീതിയിലുള്ള സമ്മാനങ്ങൾ കൊടുക്കുന്നതുമായിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ കാണുന്നില്ലേ? പക്ഷെ നിയമം മാറി ശരിക്കും അതിനോട് എനിക്കും താല്പര്യമുണ്ട്. കാരണം വെച്ചാല് അതല്ല ശരിക്കും ഒരു ടീച്ചർക്ക് കൊടുക്കേണ്ട റിവാർഡ് എന്ന് പറയുന്നത് അതല്ല. കുട്ടി എന്താ പറയാ ആ ഒരു അച്ചീവ്മെന്റ്, കുട്ടിക്ക് കിട്ടുന്ന അച്ചീവ്മെന്റ് തന്നെയാണ് ഒരു ടീച്ചർക്ക് കിട്ടേണ്ട റിവാർഡ്. ഇപ്പം സ്കൂളിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടണം എന്നുള്ളത്, അതായത് മേലധികാരികളിൽ നിന്ന് തന്നെ കിട്ടണം ആ ഒരു എന്താ പറയണ്ട ഒരു നല്ല വാക്കുകൾ അവരുടെ ഹെഡ് മാസ്റ്ററോ പ്രിൻസിപ്പളോ ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ റിവാർഡ് കിട്ടണം എന്നാണോ മാം ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഗിഫ്റ്റ് കൊടുക്കുമല്ലോ ടീച്ചർമാർക്ക്, ടീച്ചേഴ്സ് ഡേക്കും അല്ലെങ്കിൽ നമ്മളിപ്പം ക്രിസ്മസ് സെലിബ്രേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ആണ്. അതല്ല, അതൊരു എക്സെപ്ഷണൽ കേസ്. ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യണതും ഗിഫ്റ്റ് കൊടുക്കുന്നതും അതൊരു മ്യൂച്വൽ ഇതാണ്. അല്ലാതെ ടീച്ചർക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ, കാരണം ഒരു കുട്ടിയെ സംബന്ധിച്ച് അവനൊരു ഇൻകം ഉള്ള പേഴ്സൺ അല്ല. പിന്നെ ആ ഒരു രീതിയിൽ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്ത് അതൊരു പ്രശ്നമായ രീതിയിലായിട്ട് മന്ത്രി ഇടപെട്ടിട്ട് ഇപ്പൊ അങ്ങനെയൊന്നും പാടില്ല എന്നുള്ള നിയമം വന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കുട്ടികളുടേതായ തീരുമാനത്തിൽ ഒരു ഗിഫ്റ്റോ കാര്യങ്ങളോ ഇനി ടീച്ചേഴ്സ് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം ശിവൻകുട്ടി സാർ പറഞ്ഞിട്ടുണ്ട്. ബ്രൈബിംഗ് ഒക്കെ പോലെ അല്ലെ? അതെ അതെ, ഉദ്ദേശിച്ചായിരിക്കും മന്ത്രി. മുന്നേ ഉണ്ട് നമുക്കൊരു ഇത്. ഇപ്പൊ ഞങ്ങള് അവിടെ ബാംഗ്ലൂരായാലും ഞങ്ങൾക്ക് ടീച്ചേഴ്സിനായാലും സ്റ്റുഡൻസിനായാലും ചോക്ലേറ്റ്സ് ഒന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഇപ്പൊ അങ്ങനെയാണല്ലോ, ബർത്ത്ഡേസിനൊന്നും അവർ സെലിബ്രേറ്റ് ചെയ്യില്ല. അതൊരു വിഷമായിട്ടുള്ള ഒരു കാര്യമാണ്. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യില്ല എന്നല്ല, ഇതുപോലെ ചോക്ലേറ്റ്സ് ഒന്നും കൊണ്ടുവരരുത്. പക്ഷേ ലൈബ്രറിയിലേക്ക് ബുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ മോന്റെ സ്കൂളിലെ കാര്യമാണ്. പിന്നെ എന്തെങ്കിലും ഒരു ചെടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ കുട്ടികൾക്കൊക്കെ ഞാൻ ഇവിടുന്ന് കൊടുത്തു വിടുന്ന നല്ല പേനയും ടീച്ചർമാർക്ക് റെഡിങ്ങിന്റെ പേനയും അങ്ങനെ കൊടുക്കാം. അല്ലാണ്ട് ഈ ചോക്ലേറ്റ്സ് അതിനെ പ്രൊമോട്ട് ചെയ്യാത്തത്, ഇപ്പോ ഈ കെമിക്കൽ സബ്സ്റ്റൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ പറയുന്നത്. അങ്ങനെ ഒരു കാര്യം ഒഴിവാക്കാൻ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഞങ്ങളുടെ മോളെ സ്കൂളിൽ അങ്ങനെയാ. അതായത് എന്തെങ്കിലും ബുക്സ് ലൈബ്രറിയിലേക്ക് കൊടുക്കുക, ഇതുപോലെ ചെടികൾ എന്തെങ്കിലും കൊടുക്കുക, ആ ഒരു രീതി അവര് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അവര് പറയുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കുട്ടി കൊടുക്കുന്നതല്ല, മറ്റുള്ള കുട്ടികളും കൂടി അത് ആഗ്രഹിക്കുകയും അതും ആ പാരന്റ്സിന് ബുദ്ധിമുട്ടായി വരുന്നത് കൊണ്ടാണ് അത് നമ്മൾ അലോ ചെയ്യാത്തതെന്ന് അവര് കാരണം പറഞ്ഞത്. അതൊരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അത് ഈ റിവാർഡ് ഇതാണ്. നമ്മുടെ ഡോക്ടർ മോണ്ടിസോറി പറയുന്നുണ്ടല്ലോ, ദർ ഇസ് നോ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. അത് കുട്ടികൾക്ക് തമ്മിൽ കൊടുക്കണ്ടെന്നും കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യണ്ടെന്നുള്ള രീതിയിലാണ് ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞത്. അത് അവരുടെ ഡെവലപ്മെന്റിന് ഒരു തടസ്സം തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ഡോക്ടർ മോണ്ടിസോറി പറയുന്നത്. പക്ഷെ ഇത് നമ്മൾ ഓരോ കുട്ടിയും ഇത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ നല്ലൊരു വാക്ക് പറയുമ്പോൾ തന്നെ അവരെന്ത് ഹാപ്പി ആവും കുട്ടികള്, അല്ലെ? അവർക്ക് അങ്ങനെ എന്തെങ്കിലും കിട്ടണം എന്നൊരു താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർ ഭയങ്കര ഹാപ്പി ആവും. ഈ കിട്ടുന്ന മെഡലും ഷീൽഡും ഒക്കെ അവരെ സംബന്ധിച്ച് അവർക്കൊരു ഭാരമായിട്ട് ഫീൽ ചെയ്യും. അവരുടെ മോന്റെ കേസ് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അവൻ അവരുടെ കൊണ്ടുവന്ന് വെക്കും, ഞാനത് എവിടെയെങ്കിലും എടുത്തു വെക്കണം. പിന്നെ അവൻ അതിനെ കുറിച്ച് ബോധർ ചെയ്യാറ് കൂടിയില്ല. അവർക്ക് ടീച്ചേഴ്സ് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് അതിലും അതാണ് അവർക്ക് വലിയൊരു റിവാർഡായിട്ട് തോന്നാറുള്ളത്. പിന്നെ ഞാൻ ഇങ്ങനെ കുട്ടികള് ഗിഫ്റ്റ് കൊടുക്കുന്നത്, ഞാൻ എപ്പോഴും പറയും, അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇവര് ഏൺ ചെയ്യുന്നവരല്ലല്ലോ, അവർക്കൊരു ഏണിംഗ് ഇല്ലല്ലോ ഈ ഗിഫ്റ്റ് വാങ്ങാനായിട്ട്. അവരതിനെ പ്രഷറൈസ് ചെയ്യുന്നുണ്ടാകാം, വീട്ടിൽ ചെന്നിട്ട് പ്രഷറൈസ് ചെയ്യുന്നുണ്ടാകാം, വേറെ മാർഗങ്ങൾ നോക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അത് പ്രൊമോട്ട് ചെയ്ത് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ചെറിയ ലെവൽ തുടങ്ങി, ഏത് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആണെങ്കിലും അവിടെ തുടങ്ങി മുകളിലേക്കുള്ള ലെവലിലുള്ള എഡ്യൂക്കേഷനിൽ വരെ ആവശ്യത്തിനുള്ള
ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. ഇവിടെ ഇംപ്രോപ്പർ ആക്ടിവിറ്റീസും പ്ലാനിങ്ങുമാണ് പലപ്പോഴും ക്ലസ്റ്റർ ലെവലിലും ബ്ലോക്ക് ലെവലിലും നടക്കുന്നത്. ചെറിയ ലെവൽ തുടങ്ങി അതായത് എഡ്യൂക്കേഷന്റെ ഏത് ലെവലാണെങ്കിലും, പ്രീ പ്രൈമറി ആണെങ്കിലും പ്രൈമറി ആണെങ്കിലും ഹൈസ്കൂൾ ആണെങ്കിലും ഹയർ സെക്കൻഡറി ആണെങ്കിലും ഇംപ്രോപ്പർ പ്ലാനിങ് ആണ് പലപ്പോഴും കാണുന്നത്. കുട്ടികളാണ് ഏറ്റവും വലിയ റിസോഴ്സസ് നമ്മൾ പറഞ്ഞു. അവരെ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാത്തതാണ് ഒരു ചലഞ്ച്. അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അവരുടെ പൊട്ടൻഷ്യൽ നല്ലപോലെ യൂസ് ചെയ്ത് അവരെ കൂടുതൽ ഏബിൾ ആക്കുക, അവരുടെ കപ്പാസിറ്റി നല്ലപോലെ ബിൽഡ് ചെയ്യുക. ഇതാണ് ശരിക്കും സ്കൂൾ എന്നുള്ള എൻവയോൺമെന്റിൽ നടക്കുന്നത്. അതാണ് അവരുടെ ഏരിയയിലേക്ക് അവര് ഡൈവേർട്ട് ചെയ്ത് പോവുള്ളൂ. എന്റെ പൊട്ടൻഷ്യൽ ഇതാണെന്ന് അവർ തിരിച്ചറിഞ്ഞ് ഞാൻ ഇതാണ് ആകേണ്ടത് എന്ന രീതിയിൽ പോവുകയുള്ളൂ. ഓക്കെ, ഇനി ഈ സജസ്റ്റിംഗ് ക്രിട്ടിക്സ് സി എന്ന് പറയുന്നത് ക്രിട്ടിക്സ് ആണ് കേട്ടോ. സജസ്റ്റിംഗ് ക്രിട്ടിക് ഓൾട്ടർനേറ്റീവ്സ് വിത്ത് ജസ്റ്റിഫിക്കേഷൻ വിത്ത് ഡൂഎബിലിറ്റി. അതായത് നമ്മൾ സീരിയസ് എക്സാമിനേഷൻ നടത്തുവാണ്, അതാണ് ക്രിട്ടിക് എന്ന് പറയുന്നത്. അപ്പൊ അത് ഏത് ഏരിയയിലുള്ളതാണെന്നുള്ളതാണ് 1, 2, 3 എന്ന് പറഞ്ഞ ക്രിട്ടിക്കിന്റെ താഴെ വരുന്നത്. ഏത് ഏരിയയിലാണ് നമ്മൾ സീരിയസ് എക്സാമിനേഷൻ നടത്തേണ്ടത്, പിന്നെ അത് കറക്റ്റ് ചെയ്യാനായിട്ട് എന്ത് മെത്തേഡാണ് നമുക്ക് പകരം വേണ്ടത്, അതാണ് ഓൾട്ടർനേറ്റീവ്സ്. അത് ചെയ്യും. അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ഔട്ട്കം വരുന്നു, അതാണ് അടുത്ത കോളത്തിൽ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ് കാണുന്നത്. പേരിങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, മീനിങ് അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്താ പറയാ പോയിന്റ്സ് ആയിട്ട് നമ്മളിപ്പോ പറഞ്ഞല്ലോ, ചലഞ്ചസ് ഏത് ഏരിയയിലാണ് കുറവുകൾ എന്നുള്ളത്, അതാണ് ക്രിട്ടിക്സിന്റെ അടിയിൽ വരുന്നത്. അതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ കണ്ടെത്തുവാണ്, ഓൾട്ടർനേറ്റീവ്സ്. അതിന്റെ ഔട്ട്കം എന്തായിരിക്കും, അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് റിസൾട്ട് കിട്ടും, അതാണ് 3ാമത്തെ കോളത്തിൽ വരുന്നത്. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഫസ്റ്റ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് ലാക്ക് ഓഫ് വിഷൻ ആൻഡ് മിഷൻ. അതിനെ നമ്മൾ സീരിയസ്ലി എക്സാമിൻ ചെയ്യാൻ പോവുകയാണ്. അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു മെത്തേഡ് ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ്. വിഷനിലും മിഷനിലും കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ വിഷനും മിഷനും നല്ല ക്ലാരിറ്റിയോട് കൂടി ആക്കിയെടുക്കണം. അപ്പൊ ക്ലിയർ വിഷൻ ആൻഡ് മിഷൻ, അതിന് വേണ്ടുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം. ക്ലാസ് റൂമിൽ ഒരു ആക്ടിവിറ്റിയാണ്. ക്ലാസ് റൂമിൽ നമ്മൾ കുട്ടികളെ കൊണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്യിക്കാൻ പോവുകയാണ്. അപ്പൊ അത് ചെയ്യിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെ കുറിച്ച് നമുക്കൊരു കറക്റ്റ് ധാരണ ഉണ്ടായിരിക്കും. ഈ ആക്ടിവിറ്റി ചെയ്താൽ കുട്ടികൾക്ക് എന്ത് റിസൾട്ട് കിട്ടണം, അല്ലാതെ ചുമ്മാ പോയി എന്തെങ്കിലും ഒന്ന് ചെയ്യിക്കുക എന്നുള്ളതല്ല. അത് ടീച്ചേഴ്സ് ഒരു ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും അവർ അതിനെക്കുറിച്ച് നല്ലപോലെ അവെയർ ആയിട്ട് പോകണം. കാരണം പല കുട്ടികളും അത് പല രീതിയിലായിരിക്കും ഡൈജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് പല ഡൗട്ട്സും വരും. ഒരു പല ഏരിയയിൽ നിന്നും ഡൗട്ട്സ് ചോദിക്കും. അപ്പൊ നമുക്ക് അതെല്ലാം കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റണം. അതല്ല നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് എടുത്ത ഒരു കറക്റ്റ് ഒരു മിഷൻ സക്സസ് നമുക്ക് പറയാൻ പറ്റില്ല. അന്നത്തെ ക്ലാസ് സക്സസ് ആയി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിപ്പോ തിയറി ക്ലാസ് ആണെങ്കിലും ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെങ്കിൽ പോലും നമ്മൾ മിഷൻ സക്സസ് നമുക്ക് അവിടെ പറയാനായിട്ട് പറ്റില്ല. അതാണ് നമുക്ക് പലപ്പോഴും ലാക്ക് ഓഫ് വിഷൻ ആൻഡ് മിഷൻ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല. സോ അതുകൊണ്ട് ക്ലിയർ വിഷൻ ആൻഡ് മിഷൻ ഉണ്ടായിരിക്കും. അതൊരു ക്ലാസ്, അത് നമ്മൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാൻ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പോകും. ചില സമയത്ത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവുന്ന സമയത്ത് എനിക്ക് അന്ന് ക്ലാസ് എടുക്കാൻ ഇച്ചിരി പാടാന്ന് എനിക്ക് തോന്നും. അപ്പൊ ഞാൻ ഈവൻ ടോപ്പിക്കിനെ കുറിച്ച് അവെയർ ആണെങ്കിലും ചിലപ്പോൾ ഔട്ട്കം വളരെ മോശമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ഞാൻ മാക്സിമം ക്ലാസ് ഒഴിവാക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ വേറെ അതിലെങ്കിലും ഡീവിയേറ്റ് ചെയ്തു പോകും. അപ്പൊ നമുക്കതിങ്ങനെ നമ്മളിങ്ങനെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്കത് കിട്ടും. നമുക്ക് മനസ്സിലാവും ഇന്ന് എനിക്ക് ഈ ഒരു ഏരിയ പറ്റില്ല. അപ്പൊ നമ്മളവിടെ ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അത് നമ്മളുടെ ഒരു മിടുക്കാണ്. ആ ഒരു ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ അവിടെ കണ്ടുപിടിക്കാൻ വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റും. ആ ആള് കംഫർട്ടബിൾ ആണെങ്കിൽ ആ ആളെ ക്ലാസ്സിൽ ഏൽപ്പിക്കാം. പറ്റുന്ന ഫ്രീഡം ഉള്ള ഒരു എൻവയോൺമെന്റ് ആണെങ്കിൽ മാത്രം. ഫോഴ്സ്ഫുള്ളി നമ്മൾ എടുക്കേണ്ട വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ മാനേജ് ചെയ്യാൻ പഠിക്കാം. ഓരോ ക്ലാസ് റൂമിലും ഒരു വിഷൻ ആൻഡ് മിഷൻ ഉണ്ടായിരിക്കും. അത് ശരിക്കും ഒരു എഫക്റ്റീവ് പ്ലാനിങ്, അതുപോലെ തന്നെ ഓർഗനൈസിങ് ക്ലാസ് റൂം ആക്ടിവിറ്റീസിൽ. ക്ലാസ് റൂം മാനേജ്മെന്റിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലേ, എങ്ങനെ ഒരു ക്ലാസ് റൂം മാനേജ് ചെയ്യണം, അതിന് വേണ്ടുന്ന പ്ലാനിങ്, ഓർഗനൈസിങ്,
ഒരു ബിസിനസ് കൊണ്ടുപോകുന്ന പോലെ തന്നെയാണ് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ക്ലാസ് എടുക്കുമ്പോഴും. അത് തന്നെയാണ്. പിന്നെ ബിസിനസ്സുകാർക്ക് എന്താ, അവർക്ക് പ്രോഫിറ്റ് കിട്ടണം, നല്ല പ്രോഡക്ട്സ് അവർക്ക് പുറത്തിറക്കാൻ പറ്റണം, അത് മാർക്കറ്റിൽ വിറ്റ് പോകണം അല്ലെ. നമ്മുടെ എഡ്യൂക്കേഷനിലും അത് തന്നെയല്ലേ, നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മക്കൾ പുറത്തേക്ക് ഇറങ്ങണം, അവർക്ക് അവരുടെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തിട്ട് അവർക്ക് നല്ല ഏണിംഗ് കിട്ടണം, അതിനൊപ്പം തന്നെ സൊസൈറ്റിയെ സെർവ് ചെയ്യാനായിട്ട് പറ്റണം. അല്ലാതെ നമുക്ക് ഞെക്കി പഴിപ്പിച്ച പഴങ്ങളാക്കി ഇറക്കാൻ പറ്റില്ലല്ലോ. അത് എല്ലാം ഈ ഒരു ടീച്ചർക്ക് എത്രത്തോളം റെസ്പോൺസിബിലിറ്റിയും കമ്മിറ്റ്മെന്റും ഉണ്ടെന്നുള്ളതൊന്നും ആലോചിച്ചു. ഈ രണ്ടാമത്തെ ചലഞ്ച് ഇതായിരുന്നു, അൺസയന്റിഫിക് മെത്തേഡ്സ് ഓഫ് മോണിറ്ററിംഗ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ക്ലാസ് റൂം പ്രോസസ്. ഇപ്പോൾ ശരിയായ മെത്തേഡ് യൂസ് ചെയ്യുന്നില്ല ക്ലാസ് റൂം മോണിറ്റർ ചെയ്യാനും സൂപ്പർവിഷൻ ചെയ്യാനും. അതിനൊരു സ്ട്രോങ് സിസ്റ്റം ആണ്. ഓൾട്ടർനേറ്റീവ്സ് എന്താണെന്നുള്ളത്, അതിന് വേണ്ടുന്ന ടൂൾസ് ടെക്നിക്സ് എല്ലാം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വല്ല ഐഡിയ ഉണ്ടോ, ഒരു ക്ലാസ് റൂം പ്രോസസ് എങ്ങനെ നമുക്ക് സൂപ്പർവൈസ് ചെയ്യാം, മോണിറ്റർ ചെയ്യാം എന്നുള്ളത്? CCTV ക്യാമറ എന്നുള്ളത് അത് ശരിക്കും അത് വെക്കുന്നത് ഒരു കണക്കിന് നല്ലതാണ്. പക്ഷെ കുട്ടികൾ കുറെ കൂടെ കോൺഷ്യസ് ആവും, അവർ കുറച്ച് പേടി ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെ പേടികളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുട്ടികൾക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നമ്മൾ അല്ലാതെ തന്നെ അസസ്മെന്റ് ടൂൾ ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള അസസ്മെന്റ് ടൂൾസ്, അത് സയന്റിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്യണം. മറിയ മോണ്ടിസോറി സയന്റിഫിക് ആയിട്ട് മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തതുപോലെ തന്നെ ഒരു കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് അസസ് ചെയ്യണമെങ്കിൽ ചുമ്മാ നോക്കിയിട്ട് ആ കൊള്ളാം അങ്ങനെ പറയില്ല, നമ്മളത് സയന്റിഫിക്കലി അതിനെ അസസ് ചെയ്യണം. ഇപ്പൊ ഞാൻ ഇന്നലെ ടോപ്പിക് എടുത്തപ്പോ എന്റെ മെന്റർ അതിനെ സയന്റിഫിക് ആയിട്ട് തന്നെ ആ ക്ലാസ്സിൽ അസസ് ചെയ്തു, അനലൈസ് ചെയ്തു. അതായത് ഞാൻ എടുത്ത ടോപ്പിക് ഇതായിരുന്നു ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസ് എന്നുള്ള ടോപ്പിക് ആയിരുന്നു. ഞാൻ ഇത് ഇതിൽ കൊണ്ടുവരുന്ന ഭയങ്കരമായിട്ട് ഞാൻ കൺഫ്യൂഷൻ അടിച്ചു. ഞാൻ ഈ AI ടൂൾസും ChatGPT ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പവർ പോയിന്റ് PPT പ്രസന്റേഷൻ എനിക്ക് കറക്റ്റ് അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് OHP-യിലായിരുന്നു പ്രസന്റേഷൻ. എനിക്കത് കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഓവർ ഹെഡ് പ്രൊജക്ടർ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊജക്ടർ പോലെ തന്നെ, പക്ഷെ ഈ എന്താ പറയുക, നമ്മൾ ഈ ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുക്കുന്ന മെഷീൻസ് ഇല്ലേ, അതുപോലെ ഒരു ഫ്ലാപ്പ് പോലെ ഉണ്ടാവും. ഈ ഫ്ലാപ്പിന്റെ അടിയിൽ നമ്മൾ വെക്കുന്നത് ഗ്ലാസ് ഷീറ്റ് ആണ്, OHP ഷീറ്റ് എന്ന് പറയും. ഈ ഗ്ലാസ് ഷീറ്റിലേക്ക് നമ്മളുള്ള ഏത് മാറ്റർ ആണോ നമുക്ക് സ്ക്രീനിൽ തെളിയേണ്ടത് അതിങ്ങനെ നമ്മൾ പ്രിന്റ് ചെയ്യുവാണ്, ഒരു സ്ക്രീൻ പ്രിന്റിങ് പോലെ. ഞങ്ങളുടെ കാലഘട്ടത്തിലെ ഒരു വസ്ത്രനാമനെ എനിക്ക് അറിയായിരിക്കും, ആ സമയത്ത് ഒരു പ്രസന്റേഷൻ അങ്ങനെയായിരിക്കും. അപ്പൊ നമുക്ക് ലാബ് സിസ്റ്റത്തിലേക്ക് നേരിട്ട് നമ്മൾ ഡേറ്റ നമുക്ക് സോഫ്റ്റ് കോപ്പി ആയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ആദ്യമായിട്ട് PPT ഉണ്ടാക്കുമ്പോൾ ഞാൻ ChatGPT യൂസ് ചെയ്യുവാണേ. ആദ്യമായിട്ട് ഞാൻ എന്റെ ടോപ്പിക് കൊടുത്തു, എനിക്കൊരു PPT വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വെറും ബ്ലണ്ട് ആയിട്ട് ഞാനിങ്ങനെ എഴുതി വിട്ടു. അപ്പൊ എനിക്കൊരു PPT ChatGPT തന്നു കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല സത്യം പറയാം. അത് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പിന്നെ മാറ്റിയത്, ഞാൻ തന്നെ ഇരുന്ന് കുത്തിയിരുന്നു അത് ക്രിയേറ്റ് ചെയ്തു. ChatGPT തന്ന PPT എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. കണ്ടന്റ് ഒക്കെ വളരെ മോശം, ഒരു ജീവനില്ലാത്ത കണ്ടന്റ് ആയിട്ട് തോന്നി. ഈ ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വരുന്നത് അത്ലറ്റ്സ്, സ്പോർട്സ്മാൻ, ഡിഫൻസിലുള്ളവര്, ക്രാഫ്റ്റ്സ്മാൻ, സ്കൾപ്ചേഴ്സ്, മാർഷൽ ആർട്ട് ആയിട്ടുള്ള ആൾക്കാർ. സോ ബോഡി നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാര്. ഞാനങ്ങനെ അത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ എൻവിയോൺമെന്റ്, നമ്മുടെ യൂണിവേഴ്സ്, പ്രപഞ്ചം അതിനു വേണ്ടി തയ്യാറെടുക്കുന്നു. നമ്മുടെ പൗലോ കൊയ്ലോ അത് ഞാൻ അനുഭവിച്ചു ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ രാത്രി 9:30 ഇനി ഞാൻ വെറുതെ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് സ്ക്രോൾ ചെയ്തപ്പോൾ ഈ ബോഡി കോർഡിനേഷൻ കറക്റ്റ് വരുന്ന രീതിയിൽ ഒരു ഷോർട്ട് വീഡിയോ എനിക്ക് കിട്ടി. ഞാൻ ലാസ്റ്റ് സ്ലൈഡിൽ ഈ ഷോർട്ട് വീഡിയോ കൊടുക്കാന്ന് വിചാരിച്ചു. എനിക്ക് വീഡിയോ എങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നു എനിക്കറിയില്ല. ഈ യൂട്യൂബ് നോക്കിയിട്ട് PPT വീഡിയോ ഇൻസേർട്ട് ചെയ്ത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ബോഡിലി കിനസ്തെറ്റിക് സെൻസ് ഉള്ള എമിനന്റ് പേഴ്സണാലിറ്റീസിന്റെ പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് അതൊരു സ്ലൈഡിൽ കയറ്റി. നമ്മുടെ ശോഭന, ചാർലി ചാപ്ലിൻ, പിന്നെ ഒരു ഡോക്ടർ നരേൻ എന്നൊരു ഡോക്ടർ ഉണ്ട്, ഹാർട്ട് സർജന. ഭയങ്കര ബോഡി കോർഡിനേഷൻ ആണ് അദ്ദേഹത്തിന്. 80 വയസ്സായി.
പിന്നെ ഒരു മീനാക്ഷി അമ്മ കളരിപ്പയറ്റ് പഠിപ്പിക്കുന്ന ഒരു 80 വയസ്സുള്ള ലേഡിയെ, അങ്ങനെ അങ്ങനെ കുറെ പേരെ ഓരോരോ ഏരിയയിൽ നിന്ന് കണ്ടു. പിന്നെ സെറീന ആൻഡ് വീനസ് വില്യംസ്, അങ്ങനെ അവരൊക്കെ ഭയങ്കര ബോഡി കോർഡിനേഷൻ ഉള്ളവരാണല്ലോ. അങ്ങനെ അവരെയൊക്കെ കൂടെ ചേർത്ത് ഒരു സ്ലൈഡ് ആക്കി. അത് കഴിഞ്ഞപ്പോ ഇവരുടെ കീ ക്യാരക്ടറിസ്റ്റിക്സിൽ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിരുന്നു. ഈ ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസ് ഉള്ളവർക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അത് അവരുടെ ജസ്റ്റേഴ്സും അവരുടെ മൂവ്മെന്റ്സും വെച്ചിട്ട് അവർ കൺവേ ചെയ്യും മെസ്സേജ്. ഡാൻസേഴ്സ് അങ്ങനെയല്ലേ, അതുപോലെ തന്നെ മൈം അവതരിപ്പിക്കുന്നവർ അങ്ങനെയല്ലേ. ചാർലി ചാപ്ലിൻ സൈലന്റ് ഫിലിം അല്ലേ, ലാംഗ്വേജിലല്ലോ കംപ്ലീറ്റ് അദ്ദേഹത്തിന്റെ ബോഡി മൂവ്മെന്റ്സ്, അദ്ദേഹം വീഴുന്നത് അങ്ങനെയൊക്കെ വെച്ചിട്ടല്ലേ അദ്ദേഹം മെസ്സേജ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി ഇങ്ങനെ, ഇവര് റെസ്റ്റ്ലെസ് ആയിരിക്കും, ഇവർ എവിടെയെങ്കിലും ഫോഴ്സ്ഫുള്ളി പിടിച്ചിരുത്തുവാണെങ്കിൽ ഇവര് റെസ്റ്റ്ലെസ് ആയിരിക്കും. ഇവർക്ക് എപ്പോഴും ഇങ്ങനെ ബോഡി ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കും. മൂവ്മെന്റ് ഹോം മേക്കേഴ്സ് ഒരു എക്സാമ്പിളാണ്. വിത്തിൻ ടൈം അവർ വീട്ടിലെ പണികളൊക്കെ ചെയ്തു തീർക്കും. അപ്പൊ അങ്ങനെ ഞാൻ റെസ്റ്റ്ലെസ് എഴുതിയപ്പോ എന്റെ മെന്റർ എനിക്ക് റെസ്റ്റ്ലെസ് എന്നുള്ളത് മനസ്സിലായില്ല, അവരെപ്പോഴും റെസ്റ്റ്ലെസ് ആയിരിക്കുമോ എന്നിങ്ങനെ ചോദിച്ചു. ഇപ്പം കാരണം ഡാൻസേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഗ്രേസ് ആയിട്ടുള്ളവരാണല്ലോ. അപ്പൊ വിനീത് ശോഭനയൊക്കെ നോർമലി നടക്കുമ്പോഴൊന്നും അവര് ഡാൻസിങ് ഇതായിട്ട് നടക്കില്ല. പക്ഷെ ചില ആൾക്കാർ ഡാൻസേഴ്സ് നോർമലി നടക്കുമ്പോഴൊരു ഡാൻസിന്റെ ഒരു റിഥമിലായിരിക്കും നടക്കുക. പിന്നെ കുട്ടികൾ, ചില കുട്ടികളിൽ നമുക്ക് ഈ റെസ്റ്റ്ലെസ് കാണാം, അവർക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും, അത് ഹൈപ്പർ പറയും. അപ്പൊ മാം അത് ചോദിച്ചു, അതെനിക്ക് മനസ്സിലായില്ലോ എന്ന് കറക്റ്റ് ചെയ്യുമെന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു മാം എക്സെപ്ഷൻ കേസ് ഉണ്ടാവുമായിരിക്കും. ഞങ്ങളുടെ സാറ്, ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത സാറ് അന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവര് റെസ്റ്റ്ലെസ് ആയിരിക്കും എന്നുള്ളത്. ഇവർക്ക് എപ്പോഴും ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കണം, അവർ ചിന്തിക്കുന്നതും ഫീൽ ചെയ്യുന്നതൊക്കെ മൂവ്മെന്റ്സിലൂടെയാണെന്നൊക്കെ സാർ ആ പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ മെന്റർ ആ മാം അത് ശരിക്കും അസസ് ചെയ്തു. ഈവൻ ഓൺലൈനിലാണ് ഞങ്ങൾ സെഷൻ എടുത്തെങ്കിലും അവരൊക്കെ നല്ല എൻഗേജ്ഡ് ആയി അത് അസസ് ചെയ്തു. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യൂ ഏതെങ്കിലും ടോപ്പിക്. ഇപ്പൊ സെമിനാർ ഒക്കെ എടുക്കുമ്പോൾ PPT ഒക്കെ എടുക്കുവാണെങ്കിൽ നന്നായിരിക്കും. എനിക്കത് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി. ഇതുവരെ എന്നെ കൊണ്ട് അത് പറ്റില്ല എന്ന് വിചാരിച്ചൊരു സംഭവമായിരുന്നു. നമ്മള് യൂട്യൂബിന്റെ സഹായം ഞാൻ എടുത്തോളൂ, PPT എങ്ങനെ ആഡ് ചെയ്യാം. കുറെ യൂട്യൂബിലെ ഷോർട്ട് വീഡിയോസ് മാത്രമേ, ലോങ് വീഡിയോ കാണാൻ എനിക്ക് സമയം ഉണ്ടായില്ല. ഷോർട്ട് വീഡിയോസ് എടുത്തിട്ട് ഞാൻ എങ്ങനെ അത് പഠിച്ചു തന്നെ. മോളോട് ചോദിച്ചപ്പോ അവൾക്കറിയില്ല, അവളുടെ ലാപ്ടോപ്പിൽ ചെയ്യാനേ അവൾക്ക് അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവൾക്ക് തന്നെ ചെയ്യുന്നതാണോ? അതെ അതെ അതെ. സെമിനാറൊക്കെ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. അതിപ്പം നമ്മളുടെ ഏതൊരു ബാച്ചുകാര് ഹെലൻ കെല്ലറിന്റെ സെമിനാർ അങ്ങനെ നല്ലപോലെ PPT പ്രസന്റേഷനിൽ ചെയ്തിരുന്നു. വീഡിയോ ഒക്കെ ചേർക്കട്ടോ, വീഡിയോ ഒക്കെ തവണ ട്രൈ ചെയ്തിരുന്നു മാം ഒരു സെമിനാറിൽ. പക്ഷെ എനിക്കത് സ്ക്രീൻ ഷെയർ ആവാൻ പറ്റിയില്ല. മോണ്ടിസോറിന്റെ കുറച്ച് നമുക്ക് നോക്കാം, നമുക്ക് ക്ലാസ്സിലൊക്കെ ചെയ്യാൻ. നമ്മൾ അത് പഠിക്കുന്നത് സ്ക്രീൻ ഷെയർ ചെയ്ത് സെമിനാർ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് പിക്ചേഴ്സ് ഞാൻ എടുത്തു വെച്ചിട്ട് മറ്റേ ഇതില്ലേ നമ്മുടെ ട്യൂഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ആപ്പ് ഉണ്ടായിരുന്നില്ലേ, വൈറ്റ് ബോർഡ് എന്ന് പറയുന്ന ആപ്പിലോട്ട് കയറ്റിയിട്ടായിരുന്നു ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊന്ന് വീട്ടിൽ തന്നെ ഞാൻ 2 ഫോൺ വെച്ച് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ക്ലാസ് എടുക്കുമ്പോഴേക്ക് അത് ഓപ്പൺ ആവുന്നില്ല. ഓ അത് ശരി. എന്നിട്ട് വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും കേട്ടോ, നിങ്ങൾക്ക് ചെറിയ പ്രശ്നമായിരിക്കും, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ ഈ ക്രിട്ടിക്സ് ഒന്ന് വായിച്ചിട്ട് വരാൻ പറ്റുമെങ്കിൽ, സമയം ഉണ്ടെങ്കിൽ വായിച്ചിട്ട് വരൂ. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് തീർക്കാനായിട്ട് പറ്റുന്നതായിരിക്കും പ്രതീക്ഷിച്ചു. കഴിഞ്ഞ ഞാൻ സൂപ്പർവിഷൻ എടുക്കുന്നത്, സൂപ്പർവിഷനിൽ ഏതെങ്കിലും ടോപ്പിക്സ് സെമിനാർ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ക്രിട്ടിക്സ് ഏകദേശം ആയിരിക്കും. കുറച്ചു പേരെ കാണാല്ലേ. ഞാനൊരു കാര്യം പറയണ മാം, എടുക്കുന്ന ഭയങ്കര കഥ മാം കഥ പറയാറുണ്ടോ വീട്ടിൽ? ഞാൻ കഥ അങ്ങനെ പറയാറൊന്നുമില്ല. പക്ഷെ മാമിന്റെ ഈ ക്ലാസ് എടുക്കുന്ന രീതി കാണുമ്പോൾ നന്നായിട്ട് കഥ പറയുന്ന ഒരാൾ പോലെയാണ്. കാരണം നമ്മൾ നോർമലി ഇങ്ങനെ പറയുന്നത് ചിലപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷെ മാമിന്റെ ക്ലാസ് ഒട്ടും മിസ് ചെയ്യാതെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഒരു നല്ലതായിട്ട് കഥ പറയുന്നത് കേൾക്കുന്ന പോലത്തെ ഒരു ഫീലാണ്, നല്ലൊരു രസമാണ്. ഞാനിപ്പോ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ മിതഭാഷിയാണ്, കുറവ് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ ക്ലാസ് എടുക്കുമ്പോ നിങ്ങൾക്ക് അത് കണക്ട് ആവുണ്ടാവില്ലായിരിക്കും. തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ പറയുമ്പോ കാര്യങ്ങൾ ഇങ്ങനെ ഔട്ട് ഓഫ് ദ വേ ആവശ്യമില്ലാത്തൊന്നും ചേർത്ത് പറയില്ല. അതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നിയത്.
അപ്പൊ ഇന്നലെ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോ അവരെല്ലാരും പറഞ്ഞു ജിഷയുടെ ഫീൽഡ് ട്രെയിനർ ആണെന്ന് പറഞ്ഞു. വേറെ ഒന്നിലേക്കും പോകണ്ട, ട്രെയിനിങ്ങിന് പോയാൽ മതി, ട്രെയിനിങ് സെഷനിൽ പോയാൽ മതി. കാരണം ഞങ്ങൾ 11 പേരുണ്ട്, 11 പേരും ക്ലാസ് എടുക്കണം. അപ്പൊ ഞങ്ങൾ ഗ്രൂപ്പിൽ ആദ്യം എടുത്തിട്ട് പിന്നെ മെയിൻ ബാച്ചിന് ഞങ്ങൾ എടുക്കണം. അതിനു മുമ്പ് ഒരു പ്രാക്ടീസ് ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ ടോപ്പിക്സ് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ 4ാമത്തെ ആളാ വന്നത്. എനിക്ക് മുമ്പ് 3 പേര് എടുത്തു കഴിഞ്ഞിട്ടു. അവരൊക്കെ ഹോമിയോ ഡോക്ടർ, ബിസിനസ് പർച്ചേസ് മാനേജർ, പിന്നെ അങ്ങനെ ബിസിനസ് ചെയ്യുന്നവരാ. അപ്പൊ അവരെ സംബന്ധിച്ച് ഞാനിപ്പോ വർഷങ്ങളായി ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് എനിക്ക് ആ ചലഞ്ചൊക്കെ പോയി. ഈവൻ മുന്നിലിരിക്കുന്നവരുടെ വീഡിയോ കാണുന്നില്ലെങ്കിലും എനിക്ക് ആ ഒരു അബ്സ്ട്രാക്ട് തിങ്കിങ് ഉണ്ട്. കുറെ പേര് എന്റെ മുന്നിൽ ഇരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സും എനിക്ക് പ്രശ്നമില്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്തപ്പോ അവര് പറഞ്ഞു ശരിക്കും ഒരു ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്ത പോലെ തോന്നി. ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. പക്ഷെ കറക്റ്റ് ആ ടോപ്പിക് എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു ട്രെയിനിങ് സെഷനിൽ ഇരുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്തു. അപ്പൊ അതവര് പറഞ്ഞു. ഞാൻ പണ്ട് തുടങ്ങിയ സ്കൂളിൽ പഠിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു, ആവശ്യത്തിന് സംസാരിക്കുന്ന ഒരാളാണ്. ജസ്റ്റ് ഒരു അറിയാവുന്ന ടോപ്പിക് ആണെങ്കിൽ അതിനെപ്പറ്റി നല്ലപോലെ സംസാരിക്കും, അറിയാത്ത ആണെങ്കിൽ മിണ്ടില്ല കേട്ടോ, അറിയില്ല എന്ന് പറയും. അതുകൊണ്ട് മീൻസ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഭയങ്കര സംസാരിക്കുന്ന ഒരാളായിട്ട് തോന്നുമായിരിക്കും. സംസാരിക്കുന്ന ആളെ പോലെ തോന്നിയത് അങ്ങനെ പറഞ്ഞപ്പോ മനസ്സിലായി. അത് ക്ലാസ് ഞാൻ വളരെ എൻജോയ് ചെയ്താ എടുക്കുന്നത്. അതുകൊണ്ടാണ് കുറെ സംസാരിക്കുന്നതായിട്ട് തോന്നുന്നത്. ഞാൻ അത്യാവശ്യം അല്ലെങ്കിൽ അത്രയും കംഫർട്ടബിൾ ഒരു സോൺ ആയിരിക്കണം. കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാത്രമാണ് സംസാരിക്കുള്ളൂ. മാം ഡിഗ്രി സൈക്കോളജി ആണോ? ഞാൻ ഡിഗ്രി സൈക്കോളജി ഒന്നും ചെയ്തില്ല. ഡിഗ്രി എന്റെ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ MSW ചെയ്തു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് മോണ്ടിസോറിയ ചെയ്തത്, PG ഡിപ്ലോമ. അത് കഴിഞ്ഞിട്ട് MSW ചെയ്തു. സൈക്കോളജിസ്റ്റ് സംസാരിക്കുന്ന പോലെ ഒരു ഫീല് തോന്നിയിട്ടുണ്ട്. അത് ഇടപെട്ട ഏരിയ മുഴുവൻ അതായിരുന്നു. ഫുൾ അഡോളസൻ, ഇത്തിരി വൾണറബിൾ ഏരിയ എന്നുള്ള അഡോളസൻ ഗ്രൂപ്പിന്റെ കൂടെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ 3-4 വർഷവും ഇപ്പോഴും. അപ്പൊ ശരിക്കും പ്രശ്നങ്ങളാണ് കൂടുതൽ കേട്ടത്. അപ്പം അത് കേട്ട് അവരെ കൊണ്ട് തന്നെ റിസോൾവ് ചെയ്യിക്കായിരുന്നു. അപ്പൊ നമ്മളൊരു സൈക്കോളജിസ്റ്റ് ആകും. നമ്മളൊരു ടീച്ചറുടെ റോൾ അതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. സൈക്കോളജിസ്റ്റ് ആയിരിക്കും, കൗൺസിലർ ആയിരിക്കും, മെന്റർ ആയിരിക്കും. അപ്പൊ അതുണ്ടായിരുന്നു ഉള്ളില്. അതെ മാം. താങ്ക് യു. താങ്ക് യു മാം. 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 ബൈ. താങ്ക് യു മാം. താങ്ക് യു. നാളെ ഒത്തിലാണോ? എന്തോ ഇല്ല, ഞാൻ ഇപ്പൊ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്. എന്തോ നാളെയാണ് നാളെയാണ് എനിക്ക്. അല്ല എന്നോട് പറഞ്ഞു നാളെയാണ്. മിനിറ്റ് റോസ് എന്നോട് പറഞ്ഞിരുന്നു നാളെ 2 മണി സമയത്താണ്. 2 മണിക്കാണ്. 2 മണിക്കാണ്. 2 മണി. കേൾക്കുന്നില്ല പറയുന്നേ? 2 മണി. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. അത് എനിക്ക് ഇവിടെ പ്രോബ്ലം ഉണ്ട്. വീട്ടില് നൈറ്റ് ആണെങ്കിൽ ഇതിനേക്കാൾ പ്രോബ്ലം ആണ്. അതാണ് ഞാൻ ഡേ ആക്കാൻ പ്രിഫർ ചെയ്തത്. എക്സാമിന് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. രാത്രി ആയിരിക്കും എക്സാം. കണക്ഷൻ നോക്കൂ, നിങ്ങൾ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കൂ കേട്ടോ. ശരി മാഡം. ഓക്കെ മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.